ഇത് ശരിക്കും അവരൊരു പെയിൻ പോയിന്റ് ആണ്. കാരണം ഹൗസ് വാമിന് വരുന്ന അല്ലെങ്കിൽ ഗസ്റ്റിനൊന്നും ഇതിന്റെ കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നില്ല അറിയില്ല. അവര് കാണുമ്പോ വാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് എന്താണ് ഇറങ്ങി പോകണം. പക്ഷെ എപ്പോഴും ആർക്കിടെക്ടിന്റെ ഉള്ളിൽ ഒരു പെയിൻ ഫീൽ ഉണ്ടാവും. ശരിക്കും ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ ഈ ഒരു 10-13 വർഷത്തെ ഈ ഒരു കൺസൾട്ടേഷൻ ജേർണിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട്. ശരിക്കും 1-2 എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞ ഇറ്റലിയുടെ പ്രൊഡക്റ്റ് ഉണ്ട്, ഗേറ്റ്, ചൈനയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. എന്ന് തോന്നുന്നു റാഫിക്ക് അറിയുണ്ടാവും. നമ്മൾ ഒരു ക്ലയന്റ് ഒരു സ്റ്റോറി നമുക്ക് ഉണ്ട്, ശരിക്കും നമുക്ക് കസ്റ്റമറോട് പറയാനും അവർക്ക് എന്താണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് പറയാൻ പറ്റും. കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കോംപ്രമൈസ് ചെയ്യാത്തുള്ള ബെനിഫിറ്റ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു 20,000 അല്ലെങ്കിൽ 50,000 സ്ക്വയർ ഫീറ്റുള്ള റെസിഡൻസിലൊക്കെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ പുറത്തൊരു ഷീറ്റ്, തകരത്തിന്റെ ഷീറ്റ് വെച്ചിട്ട് ക്യാമറനെ കവർ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതൊക്കെ ഭയങ്കര ആ വീടിന്റെ ആ സൗന്ദര്യം മൊത്തത്തിൽ ആ ഒരു പോളുമെന്തിയാണ് നഷ്ടപ്പെട്ടു പോവാണ്. ഇതൊന്നും ആർക്കിടെക്ടിന്റെ ഭാഗത്തുനിന്ന് അവരെന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഇത്രയും കാലയളവിലെ ഒരു എക്സ്പീരിയൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഔട്ട്സൈഡിലുള്ള ആർക്കിടെക്ട്സ് ആണെങ്കിലും MEP കൺസൾട്ടൻസി ആണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളിലോട്ട് എന്ത് ഇൻഫോർമേഷൻ ആണ് നമുക്ക് പാസ് ചെയ്യാനുള്ളത് തോന്നിയിട്ടുള്ളത്? ഈ ELV മേഖലയിൽ ഫീൽ ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ ഒരു ലാക്ക് ഓഫ് നോളേജ് നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് പ്രകടമാകും ഓരോ പ്രൊജക്റ്റിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബഡ്ജറ്റിങ്, ഒരു പ്രൊജക്റ്റ് ELV വലിയൊരു പ്രൊജക്റ്റ്, എത്ര എമൗണ്ടിന്റെ പ്രൊജക്റ്റ് ആണെങ്കിലും അതിലൊരു ബഡ്ജറ്റിങ്, ആ ഒരു ELV ബഡ്ജറ്റിങ്ങിലേക്ക് കസ്റ്റമർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു MEP കൺസൾട്ടന്റ് പോവാറില്ല എന്ന്. അതിന്റെ റീസൺ എന്താ മനസ്സിലാക്കിയത്? ഇങ്ങനെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സൊക്കെ അവർ എത്താത്തത് കൊണ്ടാണോ, അതോ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ഒരു പ്രാക്ടീസിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണോ? അല്ല, അത് ശരിക്കും പറഞ്ഞാല് ആ ഒരു പ്ലാനിങ് ഫേസിൽ തന്നെ നമുക്ക് ഇതിൽ അവർ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ്. കാരണം ഇത് ELV എന്നുള്ളത് അവസാന നിമിഷം ആരെങ്കിലും ഒന്ന് ഓടി വന്നിട്ട് കുറച്ച് എക്യുപ്മെന്റ്സ് മെറ്റീരിയൽസും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള രീതിയിലാണ് പലരും ഇതിനെ കണ്ടുപോരുന്നത്. അപ്പൊ അത് ശരിക്കും ഒരു റോങ് പ്രാക്ടീസ് ആണ്. അതിനെക്കൊണ്ട് ഈ പ്രൊജക്റ്റിലേക്ക് ഓവർ കോസ്റ്റിങ്, അതുപോലെ അതിന്റെ എഫിഷ്യൻസി കുറവ്, അപ്പൊ അതൊക്കെ നമുക്ക് അതിലേക്ക് കയറി വരുന്ന സംഗതിയാണ്. അപ്പൊ അതിനൊക്കെ ഓവർകം ചെയ്യാൻ ഏറ്റവും ഇനീഷ്യൽ ഫേസിൽ തന്നെ പ്ലാനിങ്, നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്ത് അതിനൊരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എല്ലാ സിസ്റ്റം ഒരു മ്യൂച്വൽ ഒരു ഇന്റഗ്രേഷൻ നമുക്ക് ഇതിൽ സാധ്യമാകും. ഇപ്പോ ഈ പ്രൊജക്ടുകളൊക്കെ വരുമ്പം ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഡിസ്കഷൻ വരും. ആ ഡിസ്കഷനിൽ നമുക്ക് MEP കൺസൾട്ടൻസി ഉണ്ടാവും, ആർക്കിടെക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ELV കൺസൾട്ടൻസി ഇതിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ ഇതിന്റെ ഡിസ്കഷൻ വരുമ്പോൾ ഇതിന്റെ ഒരു പ്രൈസിങ്ങിലും അതേപോലെ ക്വാളിറ്റിയിലും കസ്റ്റമർ കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ്. പ്രൈസിങ്ങില് കോംപ്രമൈസിങ് സാധാരണയായിട്ട് എല്ലാ പ്രൊജക്റ്റിലും കാണാറുണ്ട്. അത് എല്ലാ മേഖലകളിലും എല്ലാവരും ഒരു പ്രൈസിങ് നോക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് ക്വാളിറ്റി നോക്കാതെ പ്രൈസ് മാത്രം കൺസിഡർ ചെയ്തിട്ട് പോകാറുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ റീസൺ ഇതിന്റെ ഒരു എൻഡ് റിസൾട്ട് കസ്റ്റമറുടെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ MEP കൺസൾട്ടന്റ് ഇതിന്റെ എൻഡ് റിസൾട്ട് നോക്കി കാണാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പൊ പല ആർക്കിടെക്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണെങ്കിലും ഒക്കെ അവരുടെ മേഖലയിലെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ പല പ്രൊജക്റ്റിലും പോകുമ്പോൾ ആ പ്രൊജക്ടിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ ആർക്കിടെക്ടിന്റെ ഡിസിഷൻ അല്ലെങ്കിൽ MEP കൺസൾട്ടൻസിന്റെ ഡിസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവരൊന്നും ഇപ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ അധികം എന്ത് ചെയ്യുന്നത്, കസ്റ്റമർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഓട്ടോമേഷൻ ആണെങ്കിലും ഓട്ടോമാറ്റിക് ഗേറ്റ്സ് ആണെങ്കിലും CCTV സർവൈലൻസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ നോർമൽ കേസിൽ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ കല്ലിലും സിമെന്റിലും അല്ലെങ്കിൽ അതിന്റെ മെറ്റലിലും ഈവൻ അതിന്റെ കോൺഡ്യൂട്ട്സിൽ അല്ലെങ്കിൽ ഇതിനുപയോഗിക്കുന്ന കമ്പികളിലും കാര്യങ്ങളിലും വരെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഗേജും കാര്യങ്ങളും നോക്കിയിട്ട് ഹൈ ക്വാളിറ്റി സിസ്റ്റംസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒരു ELV സെഗ്മെന്റിന്റെ പാർട്ടിക്ക് വരുമ്പോൾ ഇത് ഫൈനൽ സ്റ്റേജിൽ ഇംപ്ലിമെന്റേഷൻ ആണ്. ആ നേരത്തെ എപ്പോഴും ആർക്കിടെക്റ്റും ക്ലയന്റും അല്ലെങ്കിൽ MEP കൺസൾട്ടൻസിയും ഒക്കെ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതില് ആ ഒരു സിനാരിയോ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആർക്കിടെക്ട് അവരുടെ മേഖലയിൽ എക്സ്പേർട്സ് ആണ്. അവരുടെ മേഖലയിൽ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു നോളേജ് ഉണ്ട്. അതുപോലെ ഈവൻ ഈ ELV സെഗ്മെന്റിലാണെങ്കിൽ പോലും അവർക്ക് നോളേജ് ഉണ്ട്. അത് ലിമിറ്റഡ് ആണെന്ന് പറയാം. അതുപോലെ ബാക്കിയുള്ള MEP കൺസൾട്ടന്റ് ആണെങ്കിൽ പോലും അവരുടെ എല്ലാ ഡേ ടു ഡേ അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിലൊക്കെ അവര് എക്സ്പേർട്സ് ആണ്. അതിന്റെ ഓരോ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അവര് നോക്കാറുണ്ട്. അവർക്ക് അതിനെ പറ്റി അറിയാനും പറ്റും. ഇതിൽ ശരിക്കും ELV പാർട്ടിൽ വരുമ്പോൾ അവര് ഒരു നോർമൽ ഒരു കണ്ടുവരാറുള്ള ഒരു ഫോർമാറ്റ് വെച്ചിട്ട് അതിന് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ടാണ്
ഇത് സംഭവിക്കുന്നത്. ഈ ഒരു പ്രാക്ടീസിൽ ശരിക്കും പ്രൈസിങ്ങിന്റെ കോംപ്രമൈസിങ് വരാനുള്ള കാരണം ഒന്നാമത് ഇതിന്റെ പ്രൊഡക്റ്റ് നോളജ്, ഇല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്കുള്ളൊരു ലാക്ക് ഓഫ് നോളജ് തന്നെ പറയാം. അപ്പം അത് പല ഇന്റഗ്രേറ്റേഴ്സും വന്നിട്ട് ഈ പ്രൊജക്റ്റിനെ അവരുടേതായ രീതിയിൽ അവരെ അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് അവർ ഡിസൈൻ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും കസ്റ്റമർ ശരിക്കും ഇതിൽ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് ക്വാളിറ്റിയിൽ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വരുന്ന കൊട്ടേഷൻസോ അല്ലെങ്കിൽ ഈ കോമ്പറ്റീറ്റീവായി നിൽക്കുന്ന ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അത്ര ക്വാളിറ്റി മീറ്റ് ചെയ്യാതെ അവർ പ്രൈസ് മാത്രം കൺസേൺ ചെയ്തിട്ട് കൊട്ടേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ അതിൽ കസ്റ്റമർ ശരിക്കും ഒരു കൺഫ്യൂസ് ആവാറുണ്ട്. അപ്പൊ അതിൽ പിന്നെ കൂടുതൽ നോളേജോ കാര്യങ്ങളോ ഗ്രാസ്പ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കസ്റ്റമർ എന്ത് ചെയ്യും, ക്വാളിറ്റി പ്രൊഡക്റ്റിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അതല്ലാത്ത പ്രൊജക്റ്റുകളിൽ സമയത്തിന്റെ ഒക്കെ പരിമിതികൾ പഠിക്കാൻ ഉണ്ടെങ്കിൽ ഇവര് കൊടുക്കുന്ന ഈ കോമ്പറ്റീറ്റീവ് കൊട്ടേഷനിൽ കോസ്റ്റ് മാത്രം നോക്കിയിട്ടും പോവാറുണ്ട്. അല്ല, ഇപ്പൊ പല മേക്ക് ഓഫ് പ്രൊഡക്ട്സുകളുണ്ട്. ഇപ്പോ മെയ്ഡ് ഇൻ ചൈന ഉണ്ട്, മെയ്ഡ് ഇൻ ഇറ്റലി ഉണ്ട്, അല്ലെങ്കിൽ തുർക്കിഷ് പ്രോഡക്റ്റുകൾ ഉണ്ട്. ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളൊരു കൊട്ടേഷൻ കൊടുത്തിട്ട് കസ്റ്റമറായിട്ട് അല്ലെങ്കിൽ ഈ കൺസൾട്ടൻസി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പലരും പറയുന്നത് സെയിം സ്പെക്കിലുള്ള കൊട്ടേഷൻസ് തന്നെ നമുക്ക് എന്താണ് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് ബ്രാൻഡ് വാല്യൂ ആ സ്ഥാനത്ത് പരിഗണിക്കപ്പെടണില്ല. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 5000 സ്ക്വയർ ഫീറ്റ് അബോ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചൈനയുടെ ഗേറ്റ് മോട്ടോർ വെച്ചിട്ടും ഇതിന്റെ ഗേറ്റ് ഓട്ടോമേഷൻ ഇംപ്ലിമെന്റേഷൻ നടത്താം, ഇറ്റലിയുടെ മോട്ടോർ വെച്ചിട്ടും ഇൻസ്റ്റലേഷൻ പോവാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് അവരുടെ ഒരു മെയിൻ ഗസ്റ്റ് ആ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആ ഗേറ്റ് ഓപ്പൺ ആവില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത എഫേർട്ടും അത്രത്തോളം ചെയ്ത വർക്കുകളും ഒക്കെ എന്താണ്, ഫെയിലിയർ ആണ്. സോ ഇങ്ങനത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് നമ്മളെ പാട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല രീതിയിലും കൺസൾട്ടേഷൻ പാർട്ടിൽ സംസാരിക്കാറ്. ഇപ്പൊ നമ്മളെ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊജക്ടിന്റെ ആ പ്രൊജക്ട് എക്സിക്യൂഷൻ ടീമിന്റെ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതില് ആർക്കിടെക്ട്സ് ഉണ്ടാവും, സ്ട്രക്ചറൽ കൺസൾട്ടൻസി ഉണ്ടാവും, MEP കൺസൾട്ടൻസി ഉണ്ടാവും. അതിന്റെ നേരെ താഴെ ELV കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെഗ്മെന്റ് തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലുള്ള പ്രൊജക്ടുകളിൽ ഈ ELV കൺസൾട്ടേഷൻ പാർട്ടും കൂടി എപ്പോഴും MEP ആണ് എന്ത് ചെയ്യുന്നത്, ടേക്കപ്പ് ചെയ്ത് പോകുന്നത്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ശരിക്കും നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഇതിന്റെ ഒന്നാമത് കസ്റ്റമർ ഇതിനെ പറ്റി അവെയർ അല്ല. അപ്പം ഈ MEP കൺസൾട്ടൻസി എടുക്കുന്ന ആളുകൾ ശരിക്കും ചെയ്യാറുള്ളത് ഒരു സിസ്റ്റം ഇന്റഗ്രേറ്റർ വെച്ചിട്ട് അവരുടെ സപ്പോർട്ടിൽ ഒരു ELV ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ELVന്റെ ഡിസൈനിങ് ചെയ്യാറില്ല, അതിന്റെ ഒരു BOQ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഇൻസ്റ്റലേഷന് പോകാറാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇന്റഗ്രേറ്റേഴ്സിന്റെ അടുത്തുനിന്ന് സിസ്റ്റം ഇന്റഗ്രേറ്റേഴ്സിന്റെ അടുത്തുനിന്ന് ഒരു കൊട്ടേഷൻ എടുത്തിട്ട് ഇല്ലെങ്കിൽ ഒരു BOQ പ്രിപ്പയർ ചെയ്തിട്ട് അവർ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാറാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ ചിലപ്പോൾ ചില കസ്റ്റമർ കോമ്പറ്റീറ്റീവ് കൊട്ടേഷനിൽ പോകും. സ്റ്റെബിലിറ്റി ഉള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതോടുകൂടി ആ കസ്റ്റമർക്ക് നല്ലൊരു ശതമാനം ഹെഡേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഫ്യൂച്ചറിലേക്കുള്ള ഹെഡേക്ക് ഒഴിവായി കിട്ടാന്നില്ല തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ഈ 6 മന്ത് റെയിനും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാലാവസ്ഥയിൽ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഈവൻ അതായത് നമ്മളൊരു ഗേറ്റ് മോട്ടറിലൊക്കെ നമുക്ക് ഇത് ഔട്ട്ഡോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പൊ നമുക്ക് അതിൽ ഒരു ഇറ്റാലിയൻ പ്രൊഡക്റ്റും ചൈന പ്രൊഡക്റ്റും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഇപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ കണ്ടിട്ടുണ്ട്, ഈ ഒരു 20,000 അല്ലെങ്കിൽ 50,000 സ്ക്വയർ ഫീറ്റുള്ള റെസിഡൻസിലൊക്കെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ പുറത്തൊരു ഷീറ്റ്, തകരത്തിന്റെ ഷീറ്റ് വെച്ചിട്ട് ക്യാമറനെ കവർ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതൊക്കെ ഭയങ്കര ആ വീടിന്റെ ആ സൗന്ദര്യം മൊത്തത്തിൽ ആ ഒരു പോളുമ്പോ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവാണ്. ഇതൊന്നും ആർക്കിടെക്ടിന്റെ ഭാഗത്തുനിന്ന് അവരെന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആർക്കിടെക്ടിന്റെ തോട്ട്സിൽ ഈ ഒരു റെയിൻ കവർ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാലാണ് ആ ക്യാമറയുടെ 100% ഔട്ട്ഡോർ ആയി കിട്ടുള്ളൂ എന്നൊരു തോന്നലുണ്ട്. അപ്പൊ അത് അവർ തെറ്റിദ്ധാരണയാണ്, അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പക്ഷെ നമ്മളിപ്പോ പല കൺസൾട്ടേഷൻ പ്രോജക്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് IP65 ഉണ്ട്, IP67 ഉണ്ട്. IP67 ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്. വാട്ടറിൽ നമുക്ക് സബ്മേജ് ചെയ്തിട്ട് ഇടാൻ പോലും പറ്റുന്ന ക്യാമറാസ് നമ്മൾ IP67 നമ്മൾ ചെയ്യാറുള്ളത്. നമുക്ക് അത് ആ രീതിയിലുള്ള ടെസ്റ്റേഴ്സും നമ്മൾ നടത്താറുണ്ട്. നമ്മൾ IP67 ക്യാമറാസ് സബ്മർജ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം അത്രയും വാട്ടർ പ്രൂഫ് ഫെസിലിറ്റി അതിൽ വരുന്നുണ്ട്. പിന്നെ ശരിക്കും അത് ഈ ഒരു ഹെൽമെറ്റ് ഒക്കെ വെക്കുക, നമ്മൾ ക്യാമറയുടെ മുകളിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് കൂടാരം കെട്ടിയിട്ടൊക്കെ പണിയുന്നത് ശരിക്കും ആ ഒരു പ്രൊജക്ടിന്റെ ഒരു ബ്യൂട്ടി, ഐസ്തെറ്റിക്സിൽ തന്നെ ഭയങ്കര ഒരു മോശം ഒരു ഫീഡ്ബാക്കാണ് അത് വരാറുള്ളത്. കാരണം അത് ലുക്ക് വൈസ് ഭയങ്കര മോശമായിട്ട് വരാറുണ്ട്. അതുപോലെ പല പ്രൊജക്ടുകളിലും നമ്മള്
എൻറ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ വേറെ കുറെ പ്രൊജക്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾറെഡി ഫിനിഷ് ചെയ്ത പ്രൊജക്ടുകളിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരുമ്പോൾ ഇതിന്റെ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ മോണിറ്റർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ക്യാമറയുടെ വിഷലാണെങ്കിലും അല്ലെങ്കിൽ ടോട്ടൽ ELVന്റെ പാർട്ടിലാണെങ്കിലും ഇലക്ട്രിക്കൽ ഇന്റർഫറൻസ് വന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ബുദ്ധിമുട്ടുന്നത് കാണുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂസ് മാർക്കറ്റിൽ വരാൻ കാരണം? അതിപ്പോ നമ്മള് പ്ലാനിങ് ഫേസ് പറഞ്ഞല്ലോ, നമ്മൾ ഡിസൈനിങ്ങിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ സാധാരണ വീടുകളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിലൊക്കെ നമുക്ക് ഇതിന്റെ കേബിളിങ്ങും ചെയ്യുന്നത് ഇലക്ട്രിക്കൽ വയർമാനോ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുക. കാരണം ഇവരെ ഇലക്ട്രിക്കൽ അവർ അവെയർ ആണെങ്കിൽ പോലും ഈ ELV സെഗ്മെന്റിൽ ചിലപ്പോൾ അവർക്ക് ലാക്ക് ഓഫ് നോളജ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഓരോ കേബിൾ വലിക്കുന്ന ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, LBS കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ കേബിൾ വലിക്കാം. പിന്നെ അതുപോലെ ഒരു ഇലക്ട്രിക്കൽ ഒരു ഹൈടെൻഷൻ കേബിളിന്റെ കൂടെ നമുക്ക് നമ്മൾ ELV കേബിൾ പോകുമ്പോൾ അതിന് മിനിമം പാലിക്കേണ്ട ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളും പാലിക്കാതെ നമുക്കിത് കേബിൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തായാലും ഇതിന്റെ ക്രോസ് ടാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഇന്റർഫറൻസ് ആണ് നമുക്ക് ഇത് ക്യാമറയിൽ ഇതിന്റെ റിസൾട്ടിൽ ഭയങ്കര ബാധിക്കും. ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് ഇതേപോലെ പോയിട്ട് അതിന്റെ അനാലിസിസ് നടത്തിയപ്പം ഇലക്ട്രിക്കൽ കേബിളിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, Cat6 ലേ ചെയ്ത് പോയിട്ടുണ്ട്. അതെ അത് അതെ ഈ കോൺഡ്യൂട്ടിന്റെ ആ അതേപോലെ ഇങ്ങനെ ചെയ്യുന്ന ടീമുകൾ എപ്പോഴും അവരുടെ കോൺഡ്യൂട്ടിന്റെ ലാഭം അല്ലെങ്കിൽ അവരുടെ ലേബറിന്റെ കോസ്റ്റും കാര്യങ്ങളും നോക്കിയിട്ട് ഒരുമിച്ച് തന്നെ ഇത് പുള്ള് ചെയ്ത് പോവാണ്. ഇത് ഒരു കേബിള് ഇഷ്യൂ വന്നാൽ പോലും കസ്റ്റമർക്ക് എന്റെ പ്രൊജക്ടിന് ഇത് എന്ത് ചെയ്യാൻ പോവാണ്, അത് ലോസ് എഫക്ട് ചെയ്യും. എഫക്ട് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കസ്റ്റമർ ഇതിൽ ഇനീഷ്യൽ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പിന്നീട് നമ്മളൊരു കൺസൾട്ടേഷൻ ഒരു റീകൺസൾട്ടേഷന് പോകുന്ന സമയത്ത് ഇതിന് വയബിൾ ആവില്ല. ഈ പ്രൊജക്ട് റീകാബിളിംഗ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്കും കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഇനീഷ്യൽ സമയത്ത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഈ പറഞ്ഞ കേബിൾ ഡിസ്റ്റൻസും കാര്യങ്ങളും. കേബിൾ ലൈനിന്റെ ഡ്രോയിങ് പോലും നമ്മളിതില് നമ്മളെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈനിങ് ഫേസിൽ നമ്മളത് ചെയ്യാറുണ്ട്. ആ രീതിയിൽ നമ്മൾ കേബിളിംഗ് നടത്താറുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇതിലിപ്പോ കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചു കേബിളിങ്ങിന്റെ പാർട്ട്, അതിൽ വരുന്ന കുറെ ഇഷ്യൂസ് പറഞ്ഞു. ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ കൂടെ ലേ ചെയ്താലുള്ള കുറെ ബുദ്ധിമുട്ടുകൾ, പ്രൊജക്റ്റിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കൺസേണുകൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു പ്രോപ്പർ പ്രൊജക്ട് ആൻഡ് ഡിസൈൻ അതെ, ഈ ഒരു ഇഷ്യൂ കസ്റ്റമേഴ്സിന് ഫേസ് ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ഒരു ഇനീഷ്യൽ ഡിസൈനിങ് ഫേസ്. അതായത് കസ്റ്റമർ എന്താണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രൊജക്ടിനെ പറ്റി നമ്മൾ ടീം പഠിക്കും. അതിൽ നമ്മുടെ ഡിസൈനിങ് ടീമിലും ആൾക്കാർ അതിന്റെ കൂടെ പോയിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു പ്രാക്ടീസ് എല്ലാവരും ചെയ്യാന്നുള്ളതാണ് അതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ. ഈ ഒരു എററും കാര്യങ്ങളും ക്വാളിറ്റി കോംപ്രമൈസിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇനീഷ്യൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ. അപ്പൊ അത് എല്ലാ ടീമും അതുപോലെ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈവൻ ആർക്കിടെക്ട്സും MEP കൺസൾട്ടൻസ് ഒക്കെ ഈ ഒരു ഫോർമാറ്റിലൂടെ പോവാന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമേഴ്സിന്റെ ഇതിന്റെ പ്രോപ്പർ റിസൾട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല തന്നെയാണ്. അതുപോലെ അവർക്ക് എനിക്ക് തോന്നിയിടത്തോളം ഇങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് അവർ അലൈൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് നമുക്ക് reduce ചെയ്യാൻ റെഡ്യൂസ് പറ്റും. ചെയ്യാൻ കാരണം പറ്റും. പല പ്രൊജക്ടുകളും കണ്ടിട്ടുള്ളത് ഫൈനൽ സ്റ്റേജിൽ ഇപ്പോ ELVയുടെ ടീം വരും, അവർ പറയും അവിടെ എല്ലാ പോയിന്റ് വേണ്ട, ഇവിടെയാണ് പോയിന്റ് വേണ്ട, ഈ അതെ പോയിന്റ് അതെ ഇട്ടത് ശരിയല്ല. ഉം. ഇങ്ങനെ കുറെ സംസാരങ്ങൾ വെറുതെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒരു PMC ഇതിനെ മോണിറ്റർ ചെയ്യുന്ന PMC ആണെങ്കിൽ പോലും അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ELVയുടെ പാർട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റിൽ ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇംപ്ലിമെന്റേഷൻ പറ്റും. എറർ ഫ്രീ ആയിട്ട് അതെ അതെ റൺ ചെയ്ത് പോകാൻ പറ്റും. അല്ല, അത് സാധാരണ കാണാറില്ലല്ലോ. ഈ ഒരു ഡ്രോയിങ്, ഒരു ഇനീഷ്യൽ ഡ്രോയിങ് ചിലപ്പോൾ ഈ PMC ഉണ്ടാവും, ആർക്കിടെക്ട് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈ ഒരു ഇനീഷ്യൽ ഡ്രോയിങ് ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു സിസ്റ്റം ഇന്റഗ്രേറ്റർ അടുത്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ ഇതിന് ശേഷം അപ്ഡേഷൻ വരുന്ന റിവിഷൻ വരുന്ന ഡ്രോയിങ്ങുകളൊന്നും ആരും ചർച്ച ചെയ്യാറോ ഒരു മീറ്റിംഗിൽ ഇരിക്കാറോ ചെയ്യാറില്ല. അതുകൊണ്ടും തന്നെ പല പ്രൊജക്ടുകളിലും ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഡിസൈനിൽ പല ആസ്പെക്ട്സിലും ചേഞ്ചസ് വരാൻ 90% പ്രൊജക്ടുകളും ചാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടി പരിഗണിച്ചിട്ട് വേണം ഓരോ ചേഞ്ച് വരുമ്പോഴും ഈവൻ ELV കൺസൾട്ടന്റ് ഇല്ലെങ്കിൽ ELV സിസ്റ്റം ഇന്റഗ്രേറ്റേഴ്സ് പോലും ഇത് അറിയണം. ഇത് അറിഞ്ഞിട്ട് അവർക്ക് എന്താണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ചേഞ്ച് ചെയ്യേണ്ടത് ആ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലയന്റ് ആയിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് ആയിട്ട് ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ട് അതിന്റെ ചേഞ്ചസ് വരുത്തിയിട്ട് മുന്നോട്ട് പോകണം ഏറ്റവും നല്ലത്. ഇപ്പോ ശരിക്കും നമ്മൾ ELV പാർട്ടിൽ നമ്മൾ A to Z എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം കൺസൾട്ടേഷനിൽ പോകുന്നുണ്ട്. അപ്പൊ അതെ. അതിൽ നെറ്റ്വർക്ക് ആണെങ്കിലും ഇന്റർകോം ആണെങ്കിലും സെക്യൂരിറ്റി സർവലൻസ് ആണെങ്കിലും ഉം. അല്ലെങ്കിൽ സെക്യൂരിറ്റി അലാർ ആണെങ്കിലും പെരിമീറ്റർ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ കൺസൾട്ടേഷൻ പോകുന്നുണ്ട്. അതെ. ഇപ്പൊ ഇതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളിലും ചിലപ്പോൾ നമ്മൾ സെൻസേഴ്സ് നമ്മൾ കൺസൾട്ടേഷൻ പാർട്ടിൽ നമ്മൾ UK സെൻസർ ആണ് അല്ലെങ്കിൽ US പ്രൊഡക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. ഉം.
അപ്പൊ അതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ചൈനയുടെ സെൻസറും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ല, കോസ്റ്റ് അത് എഫക്റ്റീവ്. സെൻസറിന്റെ കേസിൽ നമ്മൾ ചൈനയിലേക്ക് പോകാതിരിക്കാൻ എപ്പോഴും ബെറ്റർ. കാരണം ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടില്ല. അവിടേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു കോംപ്രമൈസിങ് വരാൻ പറഞ്ഞത്. ഇനിയിപ്പോ ക്യാമറ ഒരു ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന മേഖല ഏരിയകൾ കോംപ്രമൈസ് ചെയ്യാം. അല്ലാത്ത നമുക്കൊരു ഭയങ്കര ഒരു എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് വിഷ്വൽ വേണ്ട ഏരിയകൾ ഉണ്ടാവും. അവിടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അങ്ങനെ കോസ്റ്റ് കുറക്കേണ്ട മേഖലകൾ കേട്ടോ. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ സെൻസറുകൾ അതൊരിക്കലും നമ്മൾ ചൈന പ്രൊഡക്റ്റുകൾ ഇല്ലെങ്കിൽ നമുക്കൊരു ലോ ക്വാളിറ്റി പ്രൊഡക്റ്റിൽ നമുക്ക് പോവാതിരിക്കാൻ ഏറ്റവും ബെറ്റർ. കാരണം അതിന്റെ ഒരു ആക്യുറസി അതുപോലെ അതിന്റെ കുറച്ച് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മള് UK, US ഈ കൺട്രിയിൽ നിന്ന് വരുന്ന കുറച്ച് R&D കഴിഞ്ഞിട്ടുള്ള സെൻസറുകൾ എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കി ഇപ്പൊ ഒരു ഡ്രമാറ്റിക് ചേഞ്ചസ് മാർക്കറ്റിൽ വന്നത് എന്താ വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ ഈ സർവൈലൻസിന്റെ ഇംപ്ലിമെന്റേഷനിൽ പോകുമ്പോൾ ഇവര് എന്തെങ്കിലും തെഫ്റ്റ് നടന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അതിന്റെ ബാക്കപ്പ് നോക്കുക എന്നുള്ള ഒരു മോണിറ്ററിംഗ് പർപ്പസിന് മാത്രമായിട്ടായിരുന്നു സർവൈലൻസ് അതെ ഉപയോഗിച്ചത്. അതെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ഒരുപാട് ക്ലയന്റിന്റെ റിക്വസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം AI ഡ്രിവൺ, ഇവർക്ക് അനാലിസിസ് ആണ് ഇപ്പൊ എല്ലാവരും സർവൈലൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഷോപ്പിൽ എത്ര പ്രൊഡക്റ്റുകൾ സെല്ലായി, ഏത് പ്രൊഡക്റ്റിന്റെ അടുത്താണ് കൂടുതൽ കസ്റ്റമർ എൻഗേജ് ചെയ്തത്, അവർ സ്റ്റാഫ് എങ്ങനെയാണ് അതെ ഇവരോട് ബിഹേവ് ചെയ്തതെന്നല്ലോ ഒക്കെ ഇപ്പൊ സർവൈലൻസ് മോണിറ്ററിംഗിൽ അതെ വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു ന്യൂ ജനറേഷനിൽ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഒരു CCTV ഇല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ നമുക്ക് സ്റ്റാഫിനെ മോണിറ്റർ ചെയ്യാൻ, നമ്മൾ പ്രിമൈസ് മോണിറ്റർ ചെയ്യാൻ എന്നുള്ള കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് ശരിക്കും ഇതിന്റെ ഒരു ബ്രോഡൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ശരിക്കും ഒരു പ്രൊഡക്ടിവിറ്റി കൊമേഴ്ഷ്യൽ സ്പേസിലാണെങ്കിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാമെന്നില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം അതല്ലാതെ നമുക്കൊരു 24 hours മോണിറ്ററിംഗിൽ ഒരു സ്ഥാപനത്തിന് മോണിറ്റർ ചെയ്തുകൊണ്ടൊന്നും അവിടെ കച്ചവടം കൂടാനോ മറ്റോ മറിച്ചോ ഒന്നും പോകുന്നില്ല. അത് ശരിക്കും റിസൾട്ട് നെഗറ്റീവ് ആക്കാനാണ് ചാൻസ് ഉള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് നമുക്ക് അതിന്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു CCTV മോണിറ്ററിംഗ് അല്ലെങ്കിൽ AI സർവൈലൻസ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതില് ഇതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോ നമ്മൾ നേരെ ഡിസൈനിൽ തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതെ ഏർലി സ്റ്റേജിൽ ഇതിന്റെ ഡിസൈനിങ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പവർ കൺസപ്ഷൻ നമുക്ക് കുറക്കാൻ പറ്റും. ഇപ്പൊ ലൈറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും പവർ കൺസപ്ഷൻ കൂടുതലുള്ളതും കുറവുള്ളതും ഒരുപാട് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എന്താണ് അവൈലബിൾ ആണ്. ഇപ്പൊ അവൈലബിൾ. നമ്മൾ ലോ കോസ്റ്റ് പ്രൊഡക്റ്റിക്ക് പോവുകയാണെങ്കിൽ അതിന്റെ കൺസപ്ഷൻ റേറ്റ് ചിലപ്പോൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഹൈ എൻഡ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റിക്ക് പോകുമ്പോൾ എപ്പോഴും അതിന്റെ കൺസപ്ഷൻ എന്തുണ്ടാവും, കൺസപ്ഷൻ റേറ്റ് കുറയാനും സാധ്യത. അപ്പം ആസ് എ ക്ലയന്റ് ഫൈനലി ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പം അവർ ഇനീഷ്യലി ഇത് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ELVയുടെ പാർട്ടിന്ന് അവർക്ക് എന്തുണ്ടാവും, നല്ലൊരു ബെനിഫിറ്റ് ഈ ഇലക്ട്രിസിറ്റി ബില്ലിൽ തന്നെ കിട്ടാവുന്ന രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് പ്ലാൻ പറ്റും. ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ അത് ശരിക്കും ELV പ്ലാനിങ്ങിൽ നമ്മളിപ്പോൾ ഓട്ടോമേഷന്റെ സൈഡിലേക്ക് വരും, നമുക്ക് ലൈറ്റിംഗ് ഓട്ടോമേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഓട്ടോമേഷന്റെ കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പവർ എഫിഷ്യൻസി അത് കൂട്ടുക, അതുപോലെ പവറിന്റെ അനാവശ്യമായ വേസ്റ്റേജ് കുറക്കുക. ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ലൈറ്റിങ് ശരിക്കും ഒരു നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് ഇപ്പൊ ഈ ഓട്ടോമേഷൻ ഒന്നും ഇല്ലാത്തൊരു ലൈറ്റിങ്ങിൽ ഒരു ഫ്ലാറ്റ് ലൈറ്റിംഗ് ആണ് ശരിക്കും കാണാറുള്ളത്. അതിന് പകരം ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റിംഗ് നമുക്ക് ആ റൂമിൽ ആവശ്യമുള്ള സമയത്തിലേക്ക് അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു HCL ആ ഒരു മോഡലിലൊക്കെ നമുക്ക് ഇതിന്റെ വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഹ്യൂമൻ സെൻട്രിക് ലൈറ്റിംഗ് എന്നുള്ള അപ്രോച്ചിലൊക്കെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ എന്താണോ ആ ടൈമിൽ അവിടെ വേണ്ട ലൈറ്റിങ്, അപ്പം അതുപോലെ നമുക്ക് ഒരു വർക്ക് എൻവയോൺമെന്റിലൊക്കെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ലൈറ്റ് ഉണ്ടാവും. അതുപോലെ നമ്മളെ സീലിംഗ് ലൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു വിൻഡോയിലൂടെ വരുന്ന ലൈറ്റിനെ ഒരു 100 വാട്ട് വേണ്ട സ്ഥലത്ത് ഒരു 20 വാട്ട് അല്ലെങ്കിൽ 80 വാട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റിന്റെ അനുസരിച്ചിട്ട് നമുക്ക് ഈ നിലവിൽ നമ്മുടെ സീലിംഗ് ലൈറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻസർ വെച്ചിട്ടുള്ള ടെക്നോളജി ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ശരിക്കും അത് നമുക്ക് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റിലൊക്കെ നന്നായിട്ട് ഇംപ്ലിമെന്റ് നല്ല ചെയ്തെടുക്കാം. നല്ല കാരണം ബെനിഫിറ്റ് നമുക്ക് വർക്കിംഗ് ഇലക്ട്രിസിറ്റി സ്പേസ് ബില്ലിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് സ്പേസിന്റെ എൻവറോൺമെന്റ് അനുസരിച്ച് ഇപ്പം ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ടീം ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും എന്ത് വേണ്ട, തീർച്ചയായിട്ടും ഹൈ ക്വാളിറ്റി ഹൈ എൻഡ് ലൈറ്റ് വേണ്ട. വേണ്ട. അപ്പൊ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ HR ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്കൊക്കെ നല്ല ലൈറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് അവർക്ക് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്റേണൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഇതിനെന്ത് ചെയ്യും, അഡ്ജസ്റ്റ് തീർച്ചയായും ചെയ്തിട്ട് തീർച്ചയായും അവർക്ക് ആ ലൂമൻസ് ലെവലാക്കിയിട്ട് കൊടുക്കും. കൊടുക്കാൻ പറ്റും. അപ്പൊ ഒക്കെയാണ് നമ്മൾ ELV ഡിസൈനിങ് ചെയ്യുന്ന ഒരു ടൈമിൽ എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ളത് നമ്മൾ ശരിക്കും ഒരു മോട്ടോ ആയിട്ട് എടുക്കണം. ശരിക്കും ക്ലയന്റിന്റെ പർപ്പസ് എന്താണെന്നുള്ളത്. പിന്നെ മാർക്കറ്റിലുള്ള ഒരു 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 തെറ്റിദ്ധാരണ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഓട്ടോമേഷൻ എന്നുള്ളത് കൊണ്ട് ഇപ്പോ ഗേറ്റ് ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ
ലൈറ്റിനെ ഓൺ ഓഫ് ആക്കുക, മൊബൈലിൽ നിന്ന് ജസ്റ്റ് ഓൺ ഓഫ് ചെയ്യുക, ഇങ്ങനത്തെ കുറെ കൺസെപ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ കാനെക്സ് ആണെങ്കിലും അല്ലെങ്കിൽ വൈഫൈ ഓട്ടോമേഷൻ ആണെങ്കിലും സിഗ്ബി ആണെങ്കിലൊക്കെ നമ്മൾ ഡിസൈനിങ് പാർട്ടിൽ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്ത് ഓൺ ഓഫ് മാത്രമല്ല, ലൈറ്റിൽ ശരിക്കും ഡയലി അല്ലെങ്കിൽ ഇതിന്റെ ഡിമ്മിങ് ട്യൂണിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈറ്റിൽ ശരിക്കും ഓൺ ഓഫ് കൊടുക്കുമ്പോൾ ശരിക്കും ഇതിന്റെ ലൈഫാണ് എന്ത് ചെയ്യണത്, പെട്ടെന്ന് ഈ LED ലൈറ്റിൽ ഇങ്ങനെ ഓൺ ഓഫ് കൊടുക്കുമ്പോൾ അതിന്റെ ലൈഫ് സ്പാനിനെ വരെ ഇത് എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളൊരു ടൂണിങ് ഡിമ്മിങ് ഓപ്ഷനിൽ പോവാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ലോ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഓട്ടോമേഷന്റെ ഒരു കൺസെപ്റ്റ് കൊണ്ട് ശരിക്കും ഓൺ ഓഫ് എന്നുള്ള മാത്രം രീതിക്കാണെങ്കിൽ നമുക്ക് ഓട്ടോമേഷന്റെ ആവശ്യമൊന്നും ഇല്ല. ശരിക്കും ഇപ്പൊ അവിടെ പോയിട്ട് സ്വിച്ച് ഇടാനോ ഒന്നും നമുക്ക് കൂടുതലൊന്നും ഓട്ടോമേഷൻ അത്ര വലിയ എക്സ്പെൻസീവ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ 100% പൊട്ടൻഷ്യൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലൈറ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ട്യൂണിങ് ആ ഒരു ഡിമ്മിങ് ആ ഒരു സ്റ്റൈലിലൊക്കെ കൊണ്ടുവരാണെങ്കിലാണ് നമ്മളല്ലേ നമുക്ക് ഒരു കിടന്നുറങ്ങാനാവുന്ന ഒരു സമയത്ത് ആ റൂമിൽ ഒരു ഹെവി ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഉറക്കം വരില്ല. നമ്മൾ മൊബൈൽ മാത്രം മാറ്റി വെച്ചോണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വലിയൊരു ലൈറ്റ് സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ട് നമ്മളവിടെ കിടന്നിട്ട് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അത്ര വലിയൊരു ശരിക്കും ഒരു 9 മണി കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ലൈറ്റിന്റെ ആവശ്യമില്ല റൂമിനകത്ത്. അപ്പൊ അത് ആ സമയം നോക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് അതിന്റെ ഓട്ടോ ട്യൂണിങ്ങിലേക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് നമ്മളെ ഒരു റെജുവിനേഷൻ തന്നെ ശരിക്കും ഒരു ഹ്യൂമൻ ബോഡിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ലൈറ്റിംഗ് ടീമിനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരാൾക്ക് ഉറക്കം വരാത്ത ഇഷ്യൂ ഉണ്ട്, അയാൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ പറയുന്നത് ആദ്യം ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ എന്ത് ചെയ്യണം, മാറ്റണം എന്നുള്ളതാണ്. കാരണം നമ്മളൊരു 6 മണി അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും വീട്ടിലത്തെ ഫുൾ ഫ്ലഡ്ജിലാണ് ആ ലൈറ്റ് എന്ത് ചെയ്യുന്നത്, ഓൺ ആയി കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഇതിനൊക്കെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് 6 മണി 7 മണി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്യൂൺ ചെയ്തിട്ട് വെക്കുന്ന സിസ്റ്റം വരെ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായും നമുക്ക് അതാണ് ഈ ഒരു ഓട്ടോമേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പവർ കുറക്കാന്നുള്ളത്. ആ പവർ കുറക്കാന്നുള്ളൊരു ഒരു പോയിന്റ് ആണ്. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ഒരു ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ് ഈ പറഞ്ഞ പോലെ. ഒരു ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളൊരു മനുഷ്യൻ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം വരാൻ പോകുന്നത് ഉറക്കമില്ലായ്മ ശരിക്കും ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറുകയാണ്. കാരണം ആളുകൾക്കൊന്നും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു പ്രോപ്പറായിട്ട്. കാരണം നമ്മൾ നോട്ടിഫിക്കേഷനും മറ്റും കുറച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു മേഖലയിൽ എന്തുകൊണ്ടത് പലരും ചിന്തിക്കുന്നില്ല. ഒരു മൊബൈൽ കൊണ്ടല്ല പ്രശ്നം, നമ്മളൊരു ലൈറ്റിങ് അതിനൊപ്പം ഒരു വീട് വെക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇതൊരു ദീപാലങ്കാരം പോലെ ചെയ്യാണ് ശരിക്കും വീടുകളൊക്കെ. അതിനൊരു ഓൺ ഓഫ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ലൈറ്റ് നമുക്ക് നമ്മൾ ഇപ്പോൾ ഈ റൂമിൽ ആവശ്യമുള്ള ലൈറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യാൻ ആരും ശ്രമിക്കാറില്ല. അപ്പൊ അതൊക്കെയാണ് ഈ ഓട്ടോമേഷൻ കൊണ്ട് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതി. പിന്നെ ഇതില് നമ്മളിപ്പോ പല ഡിസ്കഷനിലും വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയൊരു ഇഷ്യൂ എന്താ വെച്ചാല്, ഇപ്പൊ ഇത് IoT നമ്മൾ റെസിഡൻഷ്യലിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും IoT കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ സെക്യൂരിറ്റി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പല കസ്റ്റമറും അല്ലെങ്കിൽ പല കൺസൾട്ടൻസി അല്ലെങ്കിൽ MEP ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും ഈ ഒരു പാർട്ടിൽ തീരെ ബോധേഡ് അല്ല ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ശരിക്കും അതിലൊരു അവെയർ ആവേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ഫുള്ളി കണക്റ്റഡ് വേൾഡ് ആണ്. കാരണം IoT എന്ന് പറഞ്ഞ ഒരു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശരിക്കും എപ്പോഴും നമ്മളൊരു വേൾഡ് നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആണ്. ഈവൻ നമ്മളെ വീട്ടിലെ ഓരോ എക്യുപ്മെന്റ്സും ഈ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പ്രൈവസി ലീക്കേജും മറ്റും നമ്മുടെ ഡാറ്റ ലീക്കേജും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കാരണം പലരും ഹൈ പൊട്ടൻഷ്യൽ ഡാറ്റാസ് ഒക്കെ കീപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സൈബർ സെക്യൂരിറ്റി സൈഡും കൂടി ശരിക്കും ഈവൻ ഒരു ചെറിയൊരു പ്രൊജക്ട് ആണെങ്കിൽ പോലും വലിയൊരു ഹെവി കോസ്റ്റിലേക്കൊന്നും പോകുന്നില്ല. ഈ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ എമൗണ്ട് ചെറിയൊരു തുച്ഛമായ സംഖ്യയിൽ അടിയിൽ ആഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതില് ആ ഒരു പ്രിമൈസും കൂടി ഒരു നെറ്റ്വർക്ക് ഒരു സൈബർ അറ്റാക്കിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ ചാൻസ്. പിന്നെ നമ്മളെ ഡിസൈനിങ് സൈഡിൽ വരികയാണെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഇന്നിപ്പോ നമ്മള് പല പ്രൊജക്ടുകളും കൺസൾട്ടേഷൻ പോയിട്ടുണ്ട്. ഇതില് കൺസൾട്ടേഷൻ പോവാത്ത പല പ്രൊജക്ടുകളും ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ആർക്കിടെക്റ്റിന്റെ സൈഡിൽ അവര് ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ഞാൻ മനസ്സിലാക്കുന്നത് ELVയുടെ പാടില്ല. ആർക്കിടെക്ട് എപ്പോഴും അവർ ശ്രദ്ധിച്ചാൽ മതി. ഒരു എസ്തെറ്റിക്കലി അവര് ഏതൊരു പ്രൊഡക്റ്റിനും ബ്യൂട്ടി ആക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ അവര് ELVയുടെ പാർട്ടിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇനീഷ്യലി ഒരു ഉദാഹരണം പറഞ്ഞ പോലെ ക്യാമറക്ക് അവര് തകരത്തിൻ്റെത് അടിച്ചു കൊടുക്കുന്നത് നിവൃത്തികേടുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അത് ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രോപ്പർ റാക്കിന്റെ ഡിസൈൻ ഇപ്പൊ പല ആർക്കിടെക്റ്റിന്റെയും അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന്റെ ഒന്നും ഡ്രോയിങ്ങിൽ ELVയുടെ പക്ക ഒരു സ്റ്റോറേജ് സ്പേസിനെ അല്ലെങ്കിൽ ഡ്രോയിങ് അതിന്റെ കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് കവർ ചെയ്യാനുള്ള ഒരു സെർവർ റൂമുമായിട്ടൊരു സ്പേസ് അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇത് കാണാത്തതിന്റെ റീസൺ എന്താ വെച്ചാല് ഇതിന്റെയൊക്കെ കേബിൾ ഫുൾ ഇറങ്ങി വന്നിട്ട്
എസ്തെറ്റിക്കലി ഇതൊരു വൃത്തികേടായിട്ട് ക്ലിക്കൂഡ് പോലെ പല ഇന്റഗ്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ട് പോവാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ പ്രൊജക്ടിന് ഒരു ബാഡ് ഇമേജ് ആണ്, ബാഡ് ഇമ്പാക്ട് ഇത് ഉണ്ടാക്കും പല ആളുകളും വന്നിട്ട് ഇത് കാണുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സംബന്ധിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ ആസ്തെറ്റിക് വ്യൂ ആണെന്നുണ്ടെങ്കിലും സെർവർ റൂമിന്റെ ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈവൻ ആർക്കിടെക്ട് പലപ്പോഴും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്നാലും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പല കോൺസെപ്റ്റുകൾ ഇപ്പൊ അവർ ഒരുപാട് ഇന്റീരിയർ എലമെന്റ്സ് ഉള്ളിൽ ഇട്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ അവർ ലൈറ്റിംഗ് പ്രൊജക്ഷൻ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല വീട്ടിലും പോകുമ്പോൾ സോഫന്റെ കളർ ചിലപ്പോൾ ബ്ലൂ കളർ ആയിരിക്കും, അവർ ഒറിജിനൽ ബ്ലൂ കളർ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് നോക്കുമ്പോൾ ഉണ്ടാവില്ല, ബ്ലൂ അതെ അതെ കളർ ആവാറില്ല. അതിന്റെ ഒരു റീസൺ റീസൺ ശരിക്കും ഇപ്പൊ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ്, അതായത് നെറ്റ്വർക്ക്, നമ്മൾ കൊമേഴ്ഷ്യൽ സ്പേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെർവർ റാക്കിലുള്ള സ്പേസ് ഒക്കെ കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ വീടുകളിൽ നമ്മൾ നേരത്തെ സംസാരിച്ചു, ഒരുപാട് ഓട്ടോമേഷൻ അതുപോലെ ELV എക്യുപ്മെന്റ്സ് വീടുകളിലും ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് വേണ്ട കേബിൾസ് 1 by 1 ആയിട്ട് നമുക്ക് ഒരു വീട്ടിന്റെ ഒരു സാധാരണ കാണാറുള്ള സ്റ്റെയറിന്റെ താഴത്തോ മറ്റോ മറിച്ചൊക്കെ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും റാക്കിന്റെ മുകളിലൊക്കെ ഒന്ന് കയറി അവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്, ടെർമിനേറ്റ് ചെയ്യാണ്. അത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്നത്, ഇനീഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിങ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഒരു റാക്ക് പൊസിഷൻ ചെയ്യാനില്ല, അതായത് ഐസ്തെറ്റിക്സിൽ ഒരു പ്രോബ്ലം ഒരു കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ആർക്കിടെക്റ്റുമായി നമ്മൾ സംസാരിച്ചിട്ട് അവർക്ക് നമുക്ക് വേണ്ട സ്പേസ് എത്രത്തോളം നമുക്ക് ഈ റാക്ക് നമുക്ക് അതിൽ ഇൻബിൽറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് സ്പേസ് വേണ്ട മെഷർമെന്റ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് റാക്കിന്റെ സ്പേസ് അവരോട് നമ്മൾ ഒക്യുപ്പൈ ചെയ്യാറുണ്ട്. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ കേബിൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ഡ്രസ് ചെയ്തിട്ട് അതിന് ലേബൽ ചെയ്യാൻ പറ്റും. അത് ഈവൻ ഒരു വീടാണല്ലോ, ശരിക്കും ഒരു കംപ്ലൈന്റ് വന്നിട്ട് ഒരു സർവീസിന് വരുന്ന സമയത്ത് പോലും ഈ ഒരു ലാബിലിംഗ് ഓർഗനൈസ് കേബിളിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ഈ സർവീസിന് വരുന്ന ടെക്നീഷ്യന് ആ വീടിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒക്കെ വളരെ ഒരാൾ പോയാൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തൊരു ഡ്രസ്സിങ് ചെയ്തൊരു റാക്കിൽ പോയിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഏതാ കേബിൾ വർക്ക് ചെയ്യാത്തത് അത് മാറ്റിയിട്ട് അതിന്റെ എന്താ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു റിപ്ലേസ്മെന്റ് കൊടുക്കാൻ ഈസിയാണ്. കാരണം അവിടെ കൂടുതൽ ടൈം ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആ ആൾക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാറുള്ളത്, ഒരു അവര് പ്രൈവറ്റ് ഏരിയകളിലൊന്നും ഈ ഒരു റാക്ക് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക, അതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും എന്താ വെച്ചാൽ ഈ ടെക്നീഷ്യൻ വരുമ്പോൾ അവരെ പ്രൈവസി ഏരിയയിലോട്ട് എൻ്റർ ചെയ്തിട്ട് വേണം. പല റെസിഡൻഷ്യൽ അതെ പ്രോജക്റ്റുകളും നമ്മൾ കാണാറുണ്ട്. സാധാരണ ഇവര് സ്റ്റെയർ കേസിന്റെ താഴെ ഇതിന്റെ പ്ലേസ് കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ എവിടെയാണ് വെച്ച് ആ അതിന്റെ കൂടെ ബാറ്ററിയുടെ കൂടെ ചെയ്യാറുണ്ട്. ഈ കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യും കൊണ്ടുപോയിട്ട് വെക്കും. ചെറിയൊരു ഫ്ലെയിം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡാറ്റ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ലോസ്. അപ്പൊ ബ്ലാസ്റ്റ് നല്ലൊരു ചെയ്യാനും KNX ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുന്ന വീടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവരെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ എന്ത് ചെയ്യാണ്, ബാധിക്കും. ബാധിക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കേസ് നമുക്ക് പറഞ്ഞല്ലോ, ഈ പ്രൈവറ്റ് ഏരിയ അല്ലാത്ത രീതിയിൽ. കാരണം അവർക്ക് സാധാരണ ഇപ്പൊ വീടുകളിൽ 1 2 3 പേരൊക്കെ ഉണ്ടാവും. എപ്പോ ഒരു ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒരാളെ നിൽക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ അതൊന്ന് നമ്മൾ ട്രസ്റ്റി ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആണ് ഈ പ്രീമിയം പ്രൊജക്ടുകളൊക്കെ നമുക്ക് ചെയ്യാറുള്ളൂ, സർവീസിനോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു SOP വെച്ചിട്ടുള്ള അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസും കാര്യങ്ങളും എങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും ഏഹ് അവരുടെ വീട്ടിലെ പ്രൈവസിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ റാക്കൊക്കെ നമ്മൾ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ അലൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചു ലൈറ്റിങ്ങിന്റെ കേസിൽ യെസ്. ആർക്കിടെക്ട്സിന്റെ സൈഡിൽ ഏറ്റവും അവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. കാരണം പല ഇപ്പോഴത്തെ പല വെറൈറ്റി ഓഫ് കളേഴ്സിലും, കാരണം എല്ലാവരും ചെയ്ത ഒരു യുണീക്ക് ടച്ച് നമ്മൾ ഫർണിച്ചറിലാണെങ്കിലും ഫ്ലോറിലാണെങ്കിലും എല്ലാ സോഫ ഇതിലൊക്കെ നമ്മൾ എല്ലാവരും യുണീക്ക് ടച്ചാണ് ആർക്കിടെക്ട്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത്. അവര് ഒരു യുണീക്ക് കളറ് ശരിക്കും അതില് ചെയ്തിട്ട് ആ ലൈറ്റ് ഓൺ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്തോ ഒരു റെഡ് കളറാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവർ ഉദ്ദേശിച്ച കളറേ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അത് ഭയങ്കര ഇവർക്ക് നെഗറ്റീവ് റിസൾട്ട്. കാരണം അവർ ഇത്രയും എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ട് അവര് ഒരു ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ഇതിന്റെ ഷോക്കേസ് ചെയ്യുന്ന ടൈമില് അതിന്റെ നെഗറ്റീവ് റിസൾട്ടാണ് വരുന്നത്. ഒരിക്കലും കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആ ആൾക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇതിന്റെ ആക്ച്വൽ കളർ ഇത് എന്താണ്. കാരണം നമ്മള് ചിലപ്പോൾ കളറിന് പോലും വലിയൊരു എമൗണ്ട് കോസ്റ്റ് ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. ഈ കിട്ടാത്തൊരു കളറിനായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിന് പോലും ഭയങ്കര കോസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇത് നോർമൽ കളറും ആ ഒരു മെറ്റീരിയലും തമ്മിൽ വലിയ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പൊ അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, ഫർണിച്ചർ ആണെങ്കിലും ഫ്ലോർ ആണെങ്കിലും ആ ലൈറ്റ് ഇടുമ്പോൾ ആ ഒരു വൃത്തികേട് ഒഴിവാക്കാൻ ആ പ്രോപ്പർ CRIയിൽ ലൈറ്റ് ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ച്വൽ കളർ എന്താണെന്നുള്ളത് അത് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും അവരൊരു പെയിൻ പോയിന്റ് ആണ്. കാരണം ഹൗസ് വാമിന് വരുന്ന അല്ലെങ്കിൽ ഗസ്റ്റിനൊന്നും
ഇതിന്റെ കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നില്ല അറിയില്ല. അവര് കാണുമ്പോ വാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് എന്ത് ചെയ്യണം, ഇറങ്ങി പോകണം. പക്ഷെ എപ്പോഴും ആർക്കിടെക്ടിന്റെ ഉള്ളിൽ ഒരു പെയിൻ ഫീൽ ഉണ്ടാവും. എന്ത്, ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലല്ലോ ഈ കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് ആർക്കിടെക്ടിന് പറയാനും കഴിയൂല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ റിസൾട്ട് ഡെലിവറി ചെയ്തല്ലോ. ഡെലിവറി പിന്നെ ഞാനിതെല്ലാം ഉദ്ദേശിച്ചതിൽ പറയുന്നത് ആർക്കിടെക്ട് പക്ഷെ ഉദ്ദേശിച്ച അതൊക്കെ നമുക്ക് അത് അവരുടെ മനസ്സിന് ഒരു ഹേർട്ട് ചെയ്യുന്ന ഒരു ഫീൽ അവർക്ക് ഉണ്ടാവും. ക്ലയന്റോ ഗസ്റ്റോ ഇത് അറിഞ്ഞോളുന്നില്ല. പക്ഷെ അവരാ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ലൈറ്റിംഗിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൈറ്റിംഗിൽ ശ്രദ്ധിക്കാൻ മീൻസ് ലൈറ്റ് പൊസിഷൻ ചെയ്യുന്ന മേഖലയല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ CRA ഉണ്ട്, കളർ റെൻഡറിംഗ് ഇൻഡെക്സ്. അപ്പൊ അത് നോക്കിയിട്ട് അത് എന്താണ് അവിടുത്തെ കളറ്, ആ കാര്യങ്ങളൊക്കെ ആക്ച്വൽ അതിന്റെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് ചൂസ് ചെയ്യുക. അപ്പൊ ഇതിലൊക്കെ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ഒരു 50 CRA 75 CRAയിലൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ ഈ ലൈറ്റിങ്ങിന്റെ നമ്മൾ നേരത്തെ സംസാരിച്ചു, ഒരു പ്രൈസിംഗിൽ കോംപ്രമൈസ് ചെയ്യാന്നുണ്ടല്ലോ. നമുക്കൊരു 10% 20% ഡിസ്കൗണ്ടിൽ കിട്ടുന്നൊരു മെറ്റീരിയലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോവാണ്. കാരണം നമ്മൾ പർപ്പസ് എന്താ നമുക്ക് അറിയില്ല. നമുക്ക് അവിടെ നമ്മൾ കോസ്റ്റ് ആണ് പർപ്പസ്. ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഡിസൈനിങ്ങിൽ ഇപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വരുന്ന സംഗതിയാണ്. അവർ ലൈറ്റ് മതി, ഇത്ര വാട്സ്, അതാണ് സാധാരണ കാൽക്കുലേഷനിൽ. അപ്പൊ അത് COB ഇല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് ആ രീതിയിലാണ് ആൾക്കാർ മൈൻഡിൽ അവർ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഇത് എന്തിനാണ് ഈ ലൈറ്റ് ഇവിടെ എന്നുള്ളത് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ട്, അപ്പൊ അതിന് എത്ര കോസ്റ്റ് വരും, അപ്പൊ അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫർണിച്ചർ, നമ്മൾ ഹെവി എക്യുപ്മെന്റ്സ് നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആക്ച്വൽ റിസൾട്ട് നമുക്ക് ഷോക്കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിലും കൂടി നമ്മൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കണം. അതുപോലെ ഇതിന്റെ CCT വാല്യൂ അതും കൂടി ഒക്കെ നോക്കാം. നമുക്ക് ആ ഓരോ റൂമിലും നമ്മൾ നേരത്തെ സംസാരിച്ചു, ഒരു വാം, കൂൾ വൈറ്റ്, നോർമൽ വൈറ്റ്, ഈ ഒരു സംഗതിയൊക്കെ നമുക്ക് ഇതിന്റെ കെൽവിൻ അത് എന്താണെന്നുള്ളത് പോലും ആ റൂമിൽ വേണ്ടത് നമ്മൾ അറിയാതെ ഈ ലൈറ്റ് വാങ്ങി വെക്കുന്നുള്ള ഇതാണ്. അപ്പം ഇതൊന്നും ഒരു ഓട്ടോമേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ട്യൂണിങ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ വേണ്ട സമയത്ത് വേണ്ട കെൽവിനിലേക്ക് അതിനെ ട്യൂൺ ചെയ്തിട്ട് അവിടെ ഒരു എനർജി നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും 3K 4K 6K വരെയൊക്കെ നമുക്ക് ഇതിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ യൂസേജ് എന്താന്നുള്ളത് ഈവൻ കസ്റ്റമേഴ്സിന് അറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എല്ലാവരെയും പറ്റി അവെയർ ആണ്. വാം ലൈറ്റ് പലർക്കും വാം ലൈറ്റ് വേണ്ട, ആ ഒരു കൺസെപ്റ്റാണ്. പക്ഷെ ഇതൊക്കെ ഒരു പർപ്പസിനാണ് നമ്മൾ വെക്കുന്നത്. ഓരോ സമയങ്ങളിലും ഇതിനെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഓട്ടോമേഷൻ കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്നതോട് കൂടിയിട്ട്. പക്ഷെ അത് ഇനീഷ്യൽ സ്റ്റേജിൽ പറഞ്ഞ പോലെ നമ്മളെ ഡിസൈനിങ് പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യാം. അറിയാലോ, നമ്മൾ പ്രീ സെയിൽസിന്റെ കൂടെ നമ്മൾ ഈ ഡിസൈനിങ് നമ്മൾ കസ്റ്റമർ ഇരുന്ന് പഠിക്കാൻ ഒരു കൊട്ടേഷൻ, നമ്മൾ സാധാരണ ഒരു കൊട്ടേഷൻ കൊടുത്ത് വർക്ക് ഓർഡർ വാങ്ങി പോരാന്നുള്ളതിനെ പുറത്തേക്ക് കസ്റ്റമർ നമ്മൾ പഠിക്കും. നമ്മൾ ഒരു പ്രീ സെയിൽസിന്റെ കൂടെ നമ്മൾ ഡിസൈനിങ് ടീം ഉണ്ടാവും. അപ്പൊ അതില് ഈ കസ്റ്റമേഴ്സിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവര് എക്സ്പെക്ട് ചെയ്യുന്ന രീതി, ഇനി അവർക്ക് അതിനെപ്പറ്റി അവെയർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു നോളേജ് നമുക്ക് ഷെയർ ചെയ്യണം. ഒരു വിസ്ഡം ഷെയർ ചെയ്തിട്ടാണ് ശരിക്കും അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യണം. സാധാരണ നമ്മൾ കസ്റ്റമർ നമ്മൾ ചിലപ്പോൾ നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവരെ കൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടോ ഈ ഓരോ കാര്യങ്ങൾ അവരെ ഇൻപുട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഇതിനൊക്കെ ഡിസൈൻ ചെയ്യാൻ. ഞാൻ പറയുന്നത് കസ്റ്റമർ എത്രയോ അവെയർ ആണ്. കാരണം നമ്മളിവിടെ വരുന്ന HNIs ഒക്കെ അബ്രോഡിൽ നിന്ന് ഇതും ഇതിന്റെ മുകളിലുള്ള ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നവരാണ്. അവരിവിടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ കൺസൾട്ട് ചെയ്യുന്ന ടീം അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ടീം അവർക്ക് ചെയ്തു കൊടുക്കാത്തപ്പം, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രേ നടക്കുള്ളൂ, ഇന്ത്യയിൽ ഇത്രേ പോസിബിൾ ആവുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് അവരെ ക്ലോസ് ചെയ്യാണ്. അല്ല, അതില് ഒരു കോൺട്രഡിക്ഷൻ എന്ന് വെച്ചാൽ കസ്റ്റമർ അവെയർ ആണ് എന്തിനെ പറ്റി, എന്റെ റിസൾട്ടിനെ പറ്റി അവെയർ ആണ്. പക്ഷെ ഇത് എങ്ങനെ ഇതിനെ 1-to-1 എക്സിക്യൂഷനിൽ വരുമ്പോൾ അവരതിനെ പറ്റി നോളജബിൾ അല്ല ശരിക്കും. അപ്പൊ ആ നോളജ് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർക്ക് ഇതിന്റെ എൻഡ് റിസൾട്ട് പറയുമ്പോൾ മനസ്സിലാവും, ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്, ഇതാണ്, ഇനി അതിലേക്ക് എങ്ങനെ എത്തിക്കാം, അതാണ് നമ്മളെ പാട്ട്. അപ്പൊ അതിലേക്ക് എത്തിക്കുന്നത് കൂടി നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്താല്, അവരോട് മീറ്റ് ചെയ്ത് അവർക്ക് സംസാരിച്ചാല്, അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോംപ്രമൈസിംഗ് ഒന്നും ഉണ്ടാവില്ല, പ്രൈസിംഗിൽ കോംപ്രമൈസിംഗ് ഒന്നും ഉണ്ടാവാറില്ല. കാരണം അവർക്ക് അറിയാം ഒരു പ്രീമിയം ഒരു ഒബ്ജക്റ്റിന് എനിക്ക് എന്തായാലും പ്രീമിയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും അറിയുന്ന സംഗതിയാണല്ലോ. അല്ല, പ്രീമിയം ഒബ്ജക്റ്റ് അതിന്റെ പ്രീമിയം എക്സ്പെൻസ് എന്നുള്ളതിലുപരി പ്രീമിയം സർവീസ് എന്നുള്ള പാട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കൽ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മളൊരു പ്രൊജക്ട് ടേക്കപ്പ് ചെയ്തിട്ട് അതിൽ നമ്മള് ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ടീം ഉണ്ട്. ഈ ടീം ഇതിനെ ഫുള്ള് അനാലിസിസ് ചെയ്താണ് അതിന്റെ പ്രോസും കോൺസ് ഒക്കെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിന്റെ ഡിസൈൻ പാർട്ടിക്ക് വരുന്നത്. ഈ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കസ്റ്റമറുടെ എക്സാക്ട് റിക്വയർമെന്റ് നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ ടീം മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്,
കളക്ട് ഡാറ്റ. പഠിച്ചതിന്റെ ശേഷമാണ് ഡിസൈനിങ് കിടക്കുന്നത്. അല്ല നമ്മൾ ഒരു പ്രൊജക്ട് അപ്രോച്ച് ചെയ്ത് ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെടുത്തുള്ള പ്രൊജക്റ്റിൽ എന്തൊക്കെ അവർക്ക് വിൽക്കാൻ പറ്റും നോക്കിയിട്ടല്ല, അവരെ ശരിക്കും പ്രോബ്ലത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ല സോൾവ് നേരത്തെ നമ്മൾ സംസാരിച്ചു, നമ്മൾ കസ്റ്റമറെ പഠിക്കാൻ പറഞ്ഞല്ലോ. ആ കസ്റ്റമറെ പഠിക്കാൻ പറഞ്ഞാൽ കസ്റ്റമറെ എൻഡ് റിസൾട്ട് എന്താണ്, അവരെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണ്, ലൈഫ് സ്റ്റൈൽ എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് അവർക്ക് ഒരു പ്രൊഡക്റ്റ്, നമ്മളൊരു പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കൊടുക്കും. ഒരു പ്രോബ്ലത്തിന് ഒരുപാട് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അവര് എക്സ്പെക്ട് ചെയ്യുന്ന സൊല്യൂഷൻ ആണെങ്കിൽ അവർക്ക് ഒരു കൺവീനിയൻസ് ഫീൽ ചെയ്യുള്ളൂ. കാരണം ഓരോ കസ്റ്റമറും ഡിഫറെന്റ് ആണ്. അപ്പൊ അവര് ആ കസ്റ്റമറെ പഠിച്ചിട്ട് അവർക്ക് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണം. ആ സോൾവ് ചെയ്യാൻ എങ്ങനെയാണ് ആള് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് അതിലൊരു കേസ് സ്റ്റഡി എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചെയ്തൊരു പ്രൊജക്ട് നമ്മൾ മൾട്ടി റൂം ഓഡിയോ സിസ്റ്റം ചെയ്തു. അതെ, ആ ഓഡിയോ സിസ്റ്റത്തിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ടിൽ ഫൈനൽ സ്റ്റേജിൽ അതിന്റെ ഒരു ആർക്കിടെക്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അതെ. ആ ചേഞ്ച് ചെയ്ത ആർക്കിടെക്ട് നമ്മളോട് പറഞ്ഞ എന്താ വെച്ചാൽ, ഇങ്ങനെ കൊമേഴ്ഷ്യൽ സ്പേസിൽ ചെയ്യുന്ന പോലെ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആസ് എ കൺസൾട്ടന്റ് നമ്മൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് അതിന്റെ റിക്വയർമെന്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. കാരണം പല റെസിഡൻസിലും ഇപ്പം ഫാദർ മദർ ഇപ്പൊ കുട്ടികളുണ്ടാവും, ഇവർക്കൊക്കെ ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ മൾട്ടി റൂം ഓഡിയോ സിസ്റ്റത്തിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവർക്ക് അതാത് ലൊക്കേഷനിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ ആ പെർട്ടിക്കുലർ സ്പീക്കറിൽ പ്ലേ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇനീഷ്യലി അവിടെ എന്ത് ചെയ്ത് കൊടുത്തത്. ഈവൻ നമ്മൾ ആ പ്രൊജക്ടിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ കസ്റ്റമറെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞ കേസ് എന്താ, എനിക്ക് എന്റെ ഈ പ്രൊജക്ടില് ഏറ്റവും വർത്തായിട്ട് തോന്നിയത് വാല്യൂ, അതിന്റെ വാല്യൂ ആണ് തിരിച്ചറിഞ്ഞ ഹൗസ് വാമിങ്ങിന്റെ സുബൈക്ക് തന്നെ അവര് നമുക്ക് അതിൽ ഫീഡ്ബാക്ക് കിട്ടിയതാണ്. അല്ല, അതില് ആർക്കിടെക്ടിന്റെ കേസില് അന്ന് ആർക്കിടെക്ടിന്റെ ഒരു തോട്ടില് ഇതൊരു ഫ്ലാറ്റ് PA സിസ്റ്റം ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അവരെ സംഗതി ശരിയാണ്. ഒരു വീട്ടിൽ ശരിക്കും ഫ്ലാറ്റ് PA സിസ്റ്റം ശരിക്കും ഒരിക്കലും അവര് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. കാരണം ഒരാൾ താഴ്ന്നൊരു പാട്ടിട്ട് കഴിഞ്ഞാൽ ഈ വേണ്ടാത്തവർക്ക് ഓഫ് ചെയ്യാനോ അവരെ വോളിയം കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ആ പാട്ട് ചേഞ്ച് ചെയ്യാനൊന്നും ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മളൊരു മൾട്ടി റൂം ഓഡിയോ സിസ്റ്റത്തിൽ വരുന്നത് നമുക്ക് സെൻട്രലൈസ്ഡ് ഹോസ്റ്റ് ഉണ്ട്. ഈ സെൻട്രലൈസ്ഡ് ഹോസ്റ്റിന് പുറമെ ഓരോ റൂമിലും നമുക്ക് ഇൻഡിപെൻഡന്റ് സോൺ ആയിട്ടാണ് നമ്മൾ കേബിൾ ചെയ്തിട്ട് നമ്മൾ സ്പീക്കർ ചെയ്യുന്നത്. അതിൽ നമുക്ക് മൊബൈലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് പാട്ട് സെലക്ട് ചെയ്യാനും വേണ്ടത് നമുക്ക് അവരവിടെ പോഡ്കാസ്റ്റുകളോ എന്താ അവർക്ക് വേണ്ടത് ചൂസ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ ഇനിയിപ്പോ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ അത് ആ സോണ് ഓഫ് ചെയ്യണം. ഇപ്പൊ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിൽ നമുക്ക് അവിടെ വേണ്ട അത്ര സൗണ്ട് വോളിയം വേണ്ടത്ര രീതിയിലാണെന്നുണ്ടെങ്കിൽ, വേറെ ഡിസ്കഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ സോൺ ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വോളിയം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കത് ടേസ്റ്റിലാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് മൊബൈലിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അവരെ തന്നെ ഓട്ടോമേഷന്റെ ടാബോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ബിൽറ്റ് ഇൻവോൾവ് നമുക്ക് അതിനുള്ളൊരു കൺട്രോളർ നമുക്ക് കൊടുക്കാൻ പറ്റും. ശരിക്കും ഇങ്ങനെയുള്ള ഔട്ട്പുട്ടുകൾ വരുമ്പോഴാണ് നമ്മളുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് ശരിക്കും കറക്റ്റ് ആവുക, അല്ലെ? സാധാരണ IT-ലൊക്കെ സംഭവിക്കാൻ നമുക്കൊരു ഓട്ടോമേഷൻ ആണെങ്കിലോ ഒരു നെറ്റ്വർക്ക് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ കുറച്ച് കൂടുതലായി. കാരണം ഇതിനെ ട്രെയിൻ ചെയ്യാൻ, കസ്റ്റമേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്ന സംഗതിയാണ്. അപ്പൊ ശരിക്കും എത്ര ഹൈ എൻഡ് പ്രൊജക്ട് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസൈനിങ് ടീം എപ്പോഴും ഈ ക്ലയന്റിന് ഇത് കൺവീനിയന്റ് ആണോ അല്ലേ എന്നുള്ളതും കൂടി ഈ ഡിസൈനിങ് പാർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, മേക്ക് ഷുവർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിച്ചിട്ടാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ ഡെവലപ്മെന്റ് പാർട്ടിക്ക് പോകുന്നത്. പിന്നെ അതുപോലെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇന്റഗ്രേഷൻ വേണ്ടി വന്നോളുന്നില്ല. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ഒരു ഇന്റഗ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അത് ആ കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും ടോട്ടൽ സൊല്യൂഷൻസ് ഒരൊറ്റ സ്പോട്ടിലാക്കി നമ്മൾ കൊടുക്കാറുണ്ട്. ശരിക്കും ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ ഈ ഒരു 10-13 വർഷത്തെ ഈ ഒരു കൺസൾട്ടേഷൻ ജേർണിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട്. ശരിക്ക് 1-2 എക്സാമ്പിളൊക്കെ നമ്മൾ അറിയാലോ. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇറ്റലിയുടെ പ്രൊഡക്റ്റ് ഉണ്ട്, ഗേറ്റ്, ചൈനയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു റാഫിക്ക് അറിയുണ്ടാവും, നമ്മൾ ഒരു ക്ലയന്റ് ഒരു സ്റ്റോറി നമുക്ക് ഉണ്ട്. ശരിക്കും നമുക്ക് കസ്റ്റമറോട് പറയാനും അവർക്ക് എന്താണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് പറയാൻ പറ്റും. കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കസ്റ്റമർ അറിയാമല്ലോ, നമ്മൾ പേരെടുത്ത് പറയാനൊന്നും വേണ്ട. കസ്റ്റമർ നമുക്ക് ഹൗസ് വാമിങ്ങിന്റെ ഒരു നിയർ ബൈ ഡേറ്റിൽ 1-2 ദിവസത്തിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്തു, ഒരു ഇറ്റാലിയൻ ഗേറ്റിന്റെ ഓർഡർ വന്നു. ആളെ തിരക്കിലായിരുന്നു. അതിൽ കൂടുതൽ കൊട്ടേഷൻ പറ്റി കൂടുതലൊന്നും ആലോചിച്ചിട്ടില്ല. അവര് രാത്രിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തു. കാരണം നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന കസ്റ്റമറുടെ ആ ഒരു ഹാപ്പിനെസ്,
അവര് ആ ഹൗസ് വാമിങ്ങിന് വരുമ്പോ നമുക്ക് ആ വീട്ടിലൊരു ഓട്ടോമാറ്റിക് ഗേറ്റ് അവിടെ വർക്ക് ചെയ്യണം. ആ ഒരു തോട്ടിലാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു 12-13 വർഷം മുമ്പുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോ അതൊരിക്കലും നമുക്ക് മറക്കാനും പാടില്ലാത്തൊരു സ്റ്റോറി ആയതുകൊണ്ടാണ് ട്ടോ പറയുന്നത്. അതില് ആ രാത്രി ഫുള്ള് ഞങ്ങളും കൂടെ ഉണ്ട്, ശരിക്കും അവിടെ അന്ന് സ്ഥലത്തുണ്ട്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്തു, രാവിലെ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഹൗസ് വാമിങ് അന്ന് കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ബില്ല് കൊടുത്തു. കസ്റ്റമർ എന്ത് ചെയ്തു, അപ്പോഴാണ് ശരിക്കും കസ്റ്റമർ ബില്ലിലേക്ക് നോക്കുന്നത്. ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഗേറ്റ് ഇവിടെയൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ ഒരു 40,000 ഗേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് കസ്റ്റമർ എന്ത് ചെയ്തു. ശരിക്കും 11 വർഷം മുമ്പ് തന്നെ നമ്മൾ പ്രോപ്പർ കൊട്ടേഷനും ഡിസൈനും അലൈൻമെന്റ് ഒക്കെ കൊടുത്തിട്ടാ ചെയ്യുന്നത്. എമർജൻസി നമ്മളിപ്പോ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹൗസ് വാമിങ്ങിന്റെ ഒരു 3 ദിവസം മുമ്പാണ് ഈ ഇത് വരുന്നത്. ഓൾറെഡി ഒരു 4-5 വർഷം മുമ്പ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ശരിക്കും ക്യാമ്പിൽ ചെയ്തിട്ടൊരു പ്രൊജക്റ്റ് ആണിത്. 5ാമത്തെ വർഷമായിട്ടാണ് ആള് ഹൗസ് വാമിംഗ് ഒക്കെ ആയിട്ട് വരുന്നത്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ 2012-13 വർഷത്തിലാണത് സംഭവിക്കുന്നത്. അപ്പൊ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, അന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇറ്റാലിയൻ പ്രൊഡക്റ്റ് നമ്മൾക്ക് ആൾക്ക് കസ്റ്റമർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് അത് പ്രോപ്പർ ആയിട്ട് ആള് സൈൻ ചെയ്ത് തന്നൊരു കൊട്ടേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് അത് 2 ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ് ഉള്ളു ഹൗസ് വാമിങ്ങിന്. ആള് തിരക്കിലാണ്, കൂടുതലൊന്നും കൊട്ടേഷൻ പഠിക്കാൻ ടൈം കിട്ടിണ്ടാവില്ല. അപ്പോ ആള് എന്ത് ചെയ്തു, ഈ ബില്ല് കിട്ടിയ സമയത്താണ് ആള് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ അതിൽ വന്നപ്പോ ആൾക്ക് ഇതൊരു 1 ലാഖിന്റെ അടുത്ത് നമുക്ക് കോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കോസ്റ്റ് ആള് അന്വേഷിച്ചിട്ട് അപ്പോഴാണ് ആള് അന്വേഷിക്കുന്നത്. ആള് ഹൗസ് വാമിങ് കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു, ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ ഒരു ഇറ്റാലിയൻ മോട്ടറൊക്കെ വർക്ക് ചെയ്തു. ഈ ഒരു ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് ആൾക്ക് ആ പൈസ ഒരിക്കലും ഇൻസ്റ്റലേഷന്റെ എമൗണ്ടോ കാര്യങ്ങളും തരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഇതിന് നമ്മളെന്ത് ചെയ്തു, നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കാരണം മേജർ ഡ്രാസ്റ്റിക് ഒരു ചേഞ്ച് ആണ് ആള് കസ്റ്റമർ പറഞ്ഞിട്ടില്ല. നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഒക്കെ നമുക്ക് ഇൻസ്റ്റലേഷന്റെ എമൗണ്ട് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ആള് ചൈന മോട്ടർ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഇറ്റാലിയൻ മോട്ടർ കൊണ്ടേ കൊടുത്തു. അതാണ് ആളുടെ ഒരു പ്രശ്നം. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഗേറ്റ് നമ്മൾ എന്ത് ചെയ്തു, ആളുടെ സമ്മതപ്രകാരം നമ്മൾ അയച്ചു. നമുക്ക് വേണ്ട, നമുക്ക് ആ ഒരു ഒരിക്കലും നമുക്ക് ആ ഒരു പ്രൈസിൽ നമുക്ക് 40,000 രൂപ ഇറ്റാലിയൻ മോട്ടർ നമുക്കൊരു അത്രയും വലിയൊരു ഗേറ്റിൽ നമുക്ക് ഒരിക്കലും നമുക്കത് പോസിബിൾ അല്ല. അയാൾ പറഞ്ഞു തോന്നുന്നു, ഈ ഒരു എമൗണ്ട് ആണ് നിങ്ങൾ അവിടെ വെച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് പോലും കിട്ടാത്ത എമൗണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് സാധ്യമല്ലല്ലോ. കാരണം നമ്മള് നടക്കാത്ത കാര്യങ്ങളായപ്പോ നമ്മൾ എന്ത് ചെയ്തു, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ആ ഗേറ്റ് അയച്ചു. കാരണം അത് 2 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആ ഗേറ്റ് അയച്ചിട്ട് അതിന്റെ വേറെ പ്രശ്നങ്ങൾ നമുക്ക് അതിൽ വന്നിട്ടില്ല. നമ്മൾ ഗേറ്റ് അയച്ചു പോന്നു. ആള് പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ആ മറ്റേ 40,000 രൂപന്റെ ഗേറ്റ് വെച്ചോളാം എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ സംസാരിച്ചു ചെയ്തു. അപ്പോ നമ്മളത് എടുത്തു പോന്നു. നമ്മളതിനെ ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമ്മളത് കൊടുത്തു. അപ്പൊ 14 വർഷമായി. അപ്പൊ ആ ഗേറ്റ് വർക്കിംഗ് ആണ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഗേറ്റ് നമ്മളിപ്പോഴും അത് വർക്കിംഗ് ആണ്. അതിന് പ്രോപ്പർ മെയിൻ്റെനൻസും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. എന്നാലും ഇപ്പോഴും അതിന്റെ ഇൻസ്റ്റാൾ ചെയ്തെന്നില്ല ആ ഒരു ക്വാളിറ്റി നമ്മൾ അത് ഇപ്പോഴും വർക്ക് ചെയ്തു. ശരിക്കും അതിൽ എനിക്ക് തോന്നുന്നു ആ കസ്റ്റമറിന്റെ CCTV സർവൈലൻസ് ഒക്കെ നമ്മളാ ചെയ്തിരുന്നു. ഒരു പ്രാവശ്യം ഈ ഒരു ഇൻസിഡന്റിന് ശേഷം നമ്മളെ ടെക്നിക്കൽ ടീം അവിടെ പോകുമ്പോൾ അവര് ചെയ്ത് ഗേറ്റ് എന്തോ കയറോട്ട് കെട്ടിവെച്ച് ഉണ്ടെന്നില്ല, അങ്ങനെ നമ്മളൊരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ആൾക്കുണ്ടായ ബുദ്ധിമുട്ട്. ഗേറ്റ് ഒരു മെറ്റലിന്റെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, മോട്ടർ ഉണ്ട്. പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്തൊരു ക്വാളിറ്റി നമ്മൾ നോക്കണം. നമ്മൾ രാത്രിയൊക്കെ ഇരുന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ക്വാളിറ്റി നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ അന്നേ നമ്മൾ ചെയ്തത്. നമ്മളൊരു മോട്ടിവേഷൻ, നമ്മളൊരു മോട്ടോ, നമ്മുടെ ടീമിന്റെ മോട്ടോ എന്ന് പറഞ്ഞത് ഹൈ ക്വാളിറ്റി ഹൈ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഇൻസ്റ്റലേഷൻ. അപ്പൊ അത് നമ്മൾ അന്ന് തൊട്ടേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോരുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആണ്. നമുക്ക് ഒരു 13 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇരിക്കാനൊരു കാരണം. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് വന്ന കോമ്പറ്റീറ്റീവായി വന്ന ഒരുപാട് ആളുകൾ മാർക്കറ്റിൽ നിന്ന് ഫെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്, വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വേറെ കസ്റ്റമർക്കും ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ട് അവർ പല കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് പോയ ആൾക്കാരുണ്ട്. പിന്നെ ഈ ഗേറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ചൈന ഗേറ്റ് വെച്ച് ആള് നല്ലൊരു വീട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്ത ഒരു വീടിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഗേറ്റ് വയറുകൊണ്ടൊക്കെ കെട്ടി വെച്ചിട്ടാണുള്ളത്. 13 വർഷമായി ഇന്നേക്ക്. ആ 13 വർഷമായിട്ട് ഇന്നിപ്പോ പോവുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഗേറ്റ് കെട്ടി വെച്ചത് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴും അത് പിന്നീട് ഓട്ടോമേഷൻ ചെയ്തിട്ടില്ല. നമ്മളൊരു ക്രോർസ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു വീട് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ഒരു ഡേ ടു ഡേ ലൈഫിൽ മൾട്ടി ടൈം യൂസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഈ ഗേറ്റ്, ഈ എൻട്രൻസ് ഓട്ടോമേഷൻസ്. അപ്പൊ അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കസ്റ്റമേഴ്സ് ചെയ്യേണ്ടത്. ഇത് ഫൈനലി ഞാൻ മനസ്സിലാക്കുന്നത്, ആരും കോംപ്രമൈസ് ചെയ്താലും ക്ലൈന്റ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കാരണം അറ്റ് ദ
എന്റെ കാരണം ഈ ഡിസൈൻ അല്ലെങ്കിൽ project ഇതിന്റെ ഭാഗമാക്കാവുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈ ഹൗസ് വാമിങ്ങോട് കൂടിയിട്ട് കൊണ്ട് അവിടുന്ന് ഊരിപ്പോരാണ്. അവർക്ക് അത് ഫങ്ഷണൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഏറ്റു തെറ്റ് ഫ്രൂട്ട് എടുക്കുന്നതും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഈ ക്ലയന്റ് ആണ്. ഉണ്ടാവും. അത് അവരൊരിക്കലും എന്ത് ചെയ്യരുത്, ഇത്തരം കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഈ മെയിൻലി ഈ പറഞ്ഞല്ലോ ഈ ഔട്ട്ഡോറിൽ വെക്കുന്ന കുറെ ഡിവൈസുകൾ. പക്ഷെ അതിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നം, ഇവര് ക്ലയന്റ് മനഃപൂർവ്വം ഇതിൽ കോംപ്രമൈസ് ചെയ്യല്ല. അല്ല, ക്ലയന്റ് മനഃപൂർവ്വം കോംപ്രമൈസ് ചെയ്യില്ല. അപ്പൊ അത് ഈ ആരെയും ഒരാൾ ഉണ്ടാവും. കാരണം ചിലപ്പം സാധാരണ നമ്മള് കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഫീൽഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മുറിവേദന ആളെ കൊല്ലും പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ആ ഒരു നോളേജ് ഇവർക്ക് ഷെയർ ചെയ്യാം. അതിനൊന്നും ആവശ്യമില്ല, എന്തിനാണ് അതൊന്നും വർക്ക് ചെയ്യും, അതും ഗേറ്റ് ഇതും ഗേറ്റ് ഇതിലൊരു കൺസെപ്റ്റില് ആൾക്കുണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പവർ കിട്ടി. അപ്പൊ അത് അവിടെ ഡിസിഷൻ എടുക്കാം. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ ചില പ്രോജക്റ്റുകളിൽ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ ക്ലയന്റിന് സ്വാഭാവിക ഫൈനാൻഷ്യൽ ക്രഞ്ച് അനുഭവപ്പെടുന്ന ഒരു സമയമുണ്ട്. എത്ര വലിയ പ്രോജക്റ്റ് ആണെങ്കിലും ആ ഫൈനാൻഷ്യൽ ക്രഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രൊഡക്റ്റിൽ കോംപ്രമൈസ് ചെയ്യും. അതിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇനീഷ്യലി ഇതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന് ഇത്ര കോസ്റ്റ് വരും എന്നുള്ളത് ഫസ്റ്റ് അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ ബഡ്ജറ്റിംഗ് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന റിസർച്ചിനോട് ഡിസൈനിങ് കൊടുത്തു, കാര്യങ്ങളൊക്കെ കൊടുത്തു. വൺസ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസും കാര്യങ്ങളും വാങ്ങിയിട്ട് നമുക്ക് ആ ഒരു പ്രൈസ് ഗ്യാരണ്ടി വരെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം പല വീടുകളും 3-4 വർഷങ്ങൾ ടൈം സ്പാനിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈവൻ നമുക്ക് ഒരു ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരോട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മൾ അഡ്വാൻസ് എമൗണ്ട് അവർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു പ്രൈസ് ഗ്യാരണ്ടി നമ്മളവിടെ ലോക്ക് ചെയ്തിട്ടുന്നുണ്ട്. പിന്നീട് കസ്റ്റമേഴ്സിന് ഈ ഒരു ലാസ്റ്റ് ടൈമിൽ പ്രൈസ് അതിലൊരു കോംപ്രമൈസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളോ സംഭവിക്കുന്നില്ല. പിന്നെ നേരത്തെ സംസാരിച്ചു ഇറ്റാലിയൻ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, അതിന്റെ ഒരു ബിൽറ്റ് ഇൻ ക്വാളിറ്റി, അത് ശരിക്കും അതിന്റെ ഒരു ഈവൻ ഒരു സ്ക്രൂ അല്ലെങ്കിൽ നമുക്ക് നമ്മള് വെൽഡ് ചെയ്യുന്ന ക്ലാമ്പ് പോലും 10 വർഷമായാലും 15 വർഷമായാലും അതിൽ റസ്റ്റ് കയറാതെ ഉണ്ടാവും. അതാണ് അതിന്റെ ക്വാളിറ്റി. അപ്പൊ അതിന്റെ അടന്നങ്ങോട്ടുള്ള ഉള്ളിലുള്ള എല്ലാ മോട്ടോറിസിറ്റി ഈവൻ ഓരോ സ്ക്രൂ മെറ്റീരിയലിന്റെ ഒക്കെ ക്വാളിറ്റി എൻ്റെ ഡിഫറെന്റ്. എസ്പെഷ്യലി നമ്മളെ ക്ലൈമറ്റിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ വർക്ക് ചെയ്യുന്ന മെക്കാനിസം ഒക്കെ റെസ്റ്റ് പിടിച്ചാൽ തന്നെ അത് ടൈറ്റ് ആയി. കാരണം സ്വാഭാവികമായിട്ടും പിന്നെ വേറെ നമ്മൾ സംസാരിക്കാണ്, ഒരു 400 കിലോ വെയിറ്റുള്ള ഒരു ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ചൊരു ഓഫ്സെറ്റ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കൂട്ടിയിട്ട് വെക്കണം നമുക്കത് ഗേറ്റ്. എന്നാലേ കാരണം നമ്മള് പല ഈ മഴ വരുമ്പോഴും മറ്റു ഗേറ്റ് വെയിറ്റ് കൂടാനും മറ്റുമൊക്കെ ചാൻസ്, മോട്ടറിന്റെ വെയിറ്റിംഗ് കപ്പാസിറ്റി നമ്മൾ എന്തായാലും കുറച്ച് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് വെച്ചാല് കാലക്രമേണ ഗ്രാജുവലി ഒരു ഗേറ്റിന്റെ വെയിറ്റ് കൂടാനും അതിന്റെ ഒരു ഫംഗ്ഷനിലൊക്കെ ഒരു ബോളിലൊക്കെ ടൈം എടുക്കും, കുറച്ചൊരു ഹെവി ആവാം. ആ ടൈമിൽ നമുക്ക് ഈ ഓവർ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഗേറ്റ് എപ്പോഴും ഓട്ടോമാറ്റിക് ഗേറ്റ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യും. അതുപോലെ മാർക്കറ്റില് ഞാൻ മനസ്സിലാക്കണത് ഒരുപാട് ക്ലയന്റ് സഫർ ചെയ്യുന്നുണ്ട് സർവീസസും പ്രോപ്പറായിട്ട് കിട്ടാതെ. ഇതില് ഇപ്പോ ചില സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എത്ര ഹൈ എൻഡ് പ്രൊഡക്റ്റ് വെച്ചിട്ട് പ്രൊജക്ട് എക്സിക്യൂഷൻ ചെയ്താലും, എത്ര ലോ കോസ്റ്റ് പ്രൊജക്ട് വെച്ചിട്ട് പ്രൊജക്ടിന്റെ എക്സിക്യൂഷൻ ചെയ്താലും ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്തില്ല, ഒരു ഉപകാരവും ആ പ്രൊജക്റ്റിൽ ഇല്ല എന്നുള്ളത്. ഉപകാരം ഇല്ലാന്ന് മാത്രമല്ല, അത് ഒരു ഉപദ്രവമായിട്ട് മാറും ചെയ്യും. കാരണം പല സ്ഥലങ്ങളും നമ്മൾ കാണാറുണ്ട്, ഇത് ചിലപ്പോൾ തൂങ്ങിക്കിടന്ന് അതിനൊരു ബ്യൂട്ടി ഫസ്റ്റ് ഇനിഷ്യൽ നമുക്ക് ബ്യൂട്ടി വരാൻ എസ്തെറ്റിക്സിൽ അത് അങ്ങനെ പ്രോബ്ലം വരാറുണ്ട്. പിന്നെ അതുപോലെ പല ബുദ്ധിമുട്ടുകളും ഇതിനെ കൊണ്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റലേഷൻ ടൈമിൽ തന്നെ നമ്മളാണല്ലോ, നമുക്കൊരു പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത സൈറ്റ് ആണെങ്കിൽ പോലും ഇലക്ട്രോണിക്സ് ആണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ പവറിന്റെ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് പ്രോപ്പർ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് നമുക്ക് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ചെയ്താൽ തന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് ഇലക്ട്രോണിക്സ് ആണ് നമുക്ക് ഇതിനെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അതിൽ തന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് മാർക്കറ്റില് ഇപ്പോ ലൈറ്റ്നിങ് സർജ് പ്രൊട്ടക്ഷൻ നമ്മളെ ഏറ്റവും കൺസൾട്ടേഷൻ പാർട്ട് കോർ പ്രൊഡക്റ്റ് ഒരു സ്വിച്ച് എന്ന് പറയാം. നമുക്ക് മാർക്കറ്റിൽ ലിമിറ്റഡ് ലൈഫ് ടൈം വാറന്റി ഉള്ള സ്വിച്ചസുകൾ അവൈലബിൾ ആണ്. ഇനീഷ്യൽ കോസ്റ്റ് ഇപ്പം കസ്റ്റമർക്ക് ഒരു നോർമൽ സ്വിച്ച് വാങ്ങുന്ന കോസ്റ്റിലേറെ അതിന്റെ ഒരു 50% അല്ലെങ്കിൽ 25% എബോവ് അത് കൂടുതലായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലൈറ്റ്നിങ് വന്നാൽ ലോവർ വോൾട്ടേജ് വന്നു, ഫ്ലക്ച്വേഷൻ വന്നിട്ട് സ്വിച്ച് ഈവൻ ബേൺ ആയാൽ പോലും കമ്പനി ഫ്രഷ് സ്വിച്ച് റീപ്ലേസ്മെന്റ് നമ്മളെ വെണ്ടേഴ്സുമായിട്ടുള്ള സപ്പോർട്ടിൽ നമുക്ക് ഒരു ബേൺ ആയാൽ പോലും അത്
പുറത്തേക്ക് ബേൺ ഔട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റും. അതല്ല, അത്തരം പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് ഫാസ്റ്റ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് സർവീസ് സപ്പോർട്ട് ഈസിയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതില് ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആഫ്റ്റർ സെയിൽ സർവീസ് കിട്ടുന്ന ടീമിനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക എന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏതൊരാൾക്കും പറ്റും. കാരണം ചിലപ്പോൾ ഡു ഇറ്റ് യുവർ സെൽഫ് ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പലരും ചെയ്യുന്നുണ്ട്. പഠിച്ചിട്ട് വരുന്ന ആളുകളൊക്കെ വർക്ക് എടുത്തിട്ട് പ്രൊജക്റ്റും എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഇവർക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ല, ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ പല ആളുകളെയും വിചാരം ഇതൊന്ന് പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസുകളാണെന്നുള്ളതാണ്. പക്ഷെ പണ്ടൊക്കെ CCTV അനലോഗ് ചെയ്ത പല ഇലക്ട്രീഷ്യന്മാർ ചെയ്തിരുന്നു, പ്ലഗ് ആൻഡ് പ്ലേ ആയിരുന്നു. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഒരു ഇലക്ട്രിക്കൽ ടീമിലുള്ള മെയിൻ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ ക്ലയന്റ് IP ക്യാമറ എന്നെ വേണമെന്ന് പറയുന്നുണ്ട്, അപ്പൊ ഇത് എനിക്ക് കോൺഫിഗർ ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് തരും. ഈവൻ ഒരു IP-യുടെ പാർട്ട് പോലും അവർക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതില് ഒരുപാട് കോൺഫിഗറേഷൻ ഉണ്ട്. പ്രോപ്പർ ആയിട്ട് ഇത് അലൈൻ ചെയ്ത് കോൺഫിഗർ ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് അവർക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആ ഒരു സിസ്റ്റത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഇപ്പൊ ഇന്റർനെറ്റിന്റെ സ്പീഡ് ആണെങ്കിൽ പോലും ഒരുപാട് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രൊജക്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ആക്സസ് പോയിന്റ് ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പ്രോപ്പർ ആയിട്ട് അവർക്ക് നെറ്റിന്റെ സ്പീഡ് എന്തില്ല, അവൈലബിലിറ്റി ഉണ്ടാവില്ല. അതൊക്കെ നമ്മളെ ഡിസൈനിങ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ കറക്റ്റ് യൂസേഴ്സിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് തന്നെ ഒരു കേസ് സ്റ്റഡി ഉണ്ടല്ലോ അല്ലെ, ഒരു ക്ലൈന്റ് 110-115 ആക്സസ് പോയിന്റ് നമ്മള് വെച്ചിട്ട് 110ഓളം ആക്സസ് പോയിന്റ് ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റ് ആണ് ശരിക്കും ഒരു ആയുർവേദ. അപ്പൊ അതില് 106 ആക്സസ് പോയിന്റ് ചെയ്തിട്ട് അവിടെ പ്രോപ്പർ ആയിട്ട് ഇന്റർനെറ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതില് ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അബ്രോഡ് നിന്നുള്ള ഗസ്റ്റുകളാണ് ശരിക്കും അവിടെ ട്രീറ്റ്മെന്റുമായിട്ട് മറ്റും വരുന്നത്. ഇവരെന്ത് ചെയ്യാണ്, ടേബിൾ കൊണ്ടിട്ട് ഗ്യാസ് ഇട്ടിട്ട് കുറച്ച് നെറ്റ് വാങ്ങി കൊണ്ടുപോകാൻ വരെ റിസപ്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ഫാൾട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇനീഷ്യലി അവർ എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പർ കൺസൾട്ടേഷനിൽ പോയിട്ടില്ല. അതിന്റെ ബിൽഡിംഗ് ഓണർ ആണ് ഇവർക്ക് ഏതോ ഒരു വൈഫൈ ആക്സസ് പോയിന്റ് ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പൊ ഇനീഷ്യലി അവിടെ ഉള്ള ഏതോ ഒരു ലോക്കൽ ടീമിനെ വെച്ചിട്ടാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ. അവര് മേ ബി ഒബ്വിയസ്ലി ചിലപ്പം ഈ ആളിനെ പറ്റി എൻഡ് റിസൾട്ടിനെ പറ്റി അവെയർ അല്ല. അപ്പൊ അവര് കോസ്റ്റ് ആണ്, അവർക്ക് അതിലൊരു എമൗണ്ടിൽ അതിന് എന്ത് ചെയ്യണം, ആ പ്രോജക്റ്റിന് സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ അത് ആ കോസ്റ്റിൽ തന്നെ അവർക്ക് നിർത്താൻ പറ്റും. അപ്പം ആ ഇത്തരം കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കോസ്റ്റിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ 10% ഒരു അഡീഷണൽ വരും. എന്നാൽ പോലും അവർക്ക് പിന്നീട് റീവാമ്പ് ചെയ്യേണ്ട ഓപ്ഷനേ ഇല്ല. ഇതില് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താ വെച്ചാല്, പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾ, ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി പ്രൊജക്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്രൊജക്ടുകളൊക്കെ ആണെങ്കിൽ, പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകളാണെങ്കിൽ അവര് ഹൈലി ഇങ്ങനത്തെ സംഗതികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ വരുന്നത്. സ്വാഭാവികമായിട്ടും പ്രീമിയത്തിലാണ് നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രീമിയം പ്രൊഡക്റ്റും പ്രീമിയം സർവീസും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ പ്രൊഡക്റ്റിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നതോടുകൂടി പിന്നെ നിങ്ങൾ എന്ത് പ്രീമിയം സർവീസ് കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ളൊരു തോട്ട് എന്ത് വേണം, ഒന്നില്ലെങ്കിൽ ക്ലയന്റിന് വേണം, അല്ലെങ്കിൽ ഈ പ്രൊജക്ടിനെ ഹെഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണം. അല്ല, അത് ഒരു പരിധി വരെ ഉള്ള ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഒരു ഡിസൈനിങ്ങും ബഡ്ജറ്റിങ്ങും കാര്യങ്ങളും ചെയ്തു പോയാൽ തന്നെ ആ പ്രൊജക്ടിനെ പറ്റി പഠിക്കുക, അതിന്റെ ഒരു എന്റെ കസ്റ്റമർ ആരാ, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് പോയാൽ തന്നെ സ്വാഭാവികമായിട്ടും ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്തു, പിന്നീട് അത് വരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ആഫ്റ്റർ സെയിൽ സർവീസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ പ്രോപ്പർ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു പോവുകയാണെങ്കിൽ തന്നെ ഇതിന്റെ എഫിഷ്യൻസി നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്താണ് കിട്ടിയിട്ടില്ല അതന്നെ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് അതിനെ ട്യൂൺ ചെയ്യാൻ പറ്റും. അതിലിപ്പോ നമ്മളെടുത്ത് AMC കോംപ്രഹെൻസീവിലെ മെയിൻ്റനൻസ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത് വെച്ചിട്ട് എന്തായാലും കസ്റ്റമേഴ്സിന് ഓരോ പ്രൊഡക്റ്റിന്റെ വർക്കിംഗ് കണ്ടീഷൻ മേക്ക് ഷുവർ ചെയ്യാൻ കഴിയും. അതെ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് IP ക്യാമറയിലും ഈ പറഞ്ഞ നേരത്തെ ബാൻഡ് വിഡ്ത്ത് നെറ്റ്വർക്കിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഇപ്പം പലരും എന്ത് ചെയ്യും, IP ക്യാമറ വാങ്ങിയിട്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടി IP ക്യാമറ നല്ല കൺസെപ്റ്റിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പം പലതും ഒരു സ്റ്റെക്കായിട്ട് IP ക്യാമറ ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു സ്മൂത്ത് മൂവ്മെന്റ് ഉണ്ടായി, ഫ്രെയിം ഒന്ന് ചാടി പോകുന്നൊരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഈ നെറ്റ്വർക്കിന്റെ ബാൻഡ് വിഡ്ത്തും കാര്യങ്ങളും പഠിക്കാതെ ഒരുപാട് IP ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ അതിലൊക്കെ ഒരു ടെക്നിക്കൽ പാർട്ടും കൂടി നോക്കിയിട്ട് അതിന് ഇൻസ്റ്റാളേഷനും കോൺഫിഗറേഷനും പ്രോപ്പർ ആയിട്ട് ചെയ്യാം. അല്ല, ശരിക്കും അതിൽ ഉപയോഗിക്കുന്ന കേബിളിംഗിന്റെ ക്വാളിറ്റി വരെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ ഒരുപാട് Cat 6 അല്ലെങ്കിൽ Cat 6A ഒരുപാട് കേബിളുകൾ അവൈലബിൾ ആണ്. ഇത് ഡിഫറെന്റ് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ ലാബ് ടെസ്റ്റുകൾ ചെയ്ത് വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഇത്ര ട്രാൻസ്ഫറിങ് സ്പീഡ് ഉണ്ട്, ഇത്ര ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നുള്ള കുറെ മെഷർമെന്റുകൾ ഉണ്ട്. നമുക്ക് തന്നെ അറിയാലോ, നമ്മളിപ്പോ ഒരു സൈറ്റിൽ ഇപ്പൊ ഒരു ക്യാമറ
സെയിം ക്യാമറ ഡിഫറെന്റ് കേബിൾ വെച്ചിട്ട് നമ്മൾ ഡെമോ കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫീൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അറിയാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാണ്ട് എന്നുള്ളത് ആളുകൾ ശരിക്കും അവെയർ അല്ല. ഞാൻ മനസ്സിലാക്കണ ക്ലയന്റ് അവെയർ അല്ല. ചില കൺസൾട്ടൻസികൾ എല്ലാവരും നമ്മളെ അടിച്ചാക്ഷേപിക്കാൻ പറ്റൂല. കാരണം മെജോറിറ്റി ഇവിടെ കേരളത്തില് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നല്ല ഹൈ എൻഡ് പ്രൊജക്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഉണ്ട് നല്ല പ്രൊജക്ടുകളിൽ നമ്മളിപ്പോ ഒരുപാട് പ്രൊജക്ടുകൾ നമുക്ക് നല്ല നല്ല ടീമിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മെയിൻ്റനൻസ് കൊടുക്കുന്നുണ്ട്, ആപ്സ് കൊടുക്കുന്നുണ്ട്. അവർ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ നമുക്ക് ഒരുപാട് പേര് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ 95% പേരും ഇതിനെപ്പറ്റി അവെയർ അല്ല. പക്ഷെ ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും പറയും നമ്മളെ നോളജ് എവിടുന്ന വെച്ചാൽ നമ്മൾ ഗ്രാസ്പ് ചെയ്യണം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോ ഒരു ആർക്കിടെക്ട് സൈഡിലോ അല്ലെങ്കിൽ ഒരു MEPക്കോ വേറെ ഏത് കൺസൾട്ടേഷൻ ടീമിനോ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രോപ്പർ നോളജ് ഡെലിവർ ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ ഒരു ക്വാളിറ്റി സിസ്റ്റത്തേക്ക് കൊണ്ടുവരാന് നമ്മളെ കൊണ്ട് കഴിയും. കാരണം ഓൾറെഡി നമ്മൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ ആണെങ്കിലും അതിന്റെ കൺസൾട്ടേഷൻ പാർട്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഔട്ട്പുട്ട് ട്രെയിനിങ് അവരെ ടീമിന് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. അപ്പൊ നമ്മൾ പലർക്കും കൊടുത്തു വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ആർക്കൊക്കെ അത് വേണം. ഇനി ഈവൻ MVP കൺസൾട്ടന്റ് ആണ്, അവർക്ക് ഒരു ELV കൺസൾട്ടൻസി ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ആ ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ആർക്കിടെക്റ്റിന്റെ ടീമിന് അതുപോലെ ആർക്കിടെക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊക്കെ നമുക്ക് ഇതിന്റെ വേണ്ട രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. കാരണം നമ്മളിത് ഓൾറെഡി നമ്മൾ ഇതിനെ പോയിട്ട് റിസർച്ച് ഡെവലപ്മെന്റും നമ്മൾ ഇതിന്റെ അപ്ഗ്രേഡഡ് ട്രെയിനിങ്ങും ഇന്നോവേഷൻസും ഒക്കെ നമ്മൾ പോയിട്ട് പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഇത് എടുക്കുന്നുണ്ട്. ഇത് ജനങ്ങളിലേക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഈ ഒരു ട്രെയിനിങ് നമ്മൾ ഡെലിവർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നല്ലൊരു ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ടീം എന്തായാലും ഇതിലോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ടാവും. കാരണം പല ആർക്കിടെക്റ്റും നമ്മൾ ട്രെയിനിങ് നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾ നമുക്ക് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് അവര് ഹാപ്പിയാണ്. പല സ്ഥാപനങ്ങളിലും നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ റെഡിയാണ്. ഇപ്പൊ നമ്മള് പലരും നമ്മളത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് നമ്മൾ അവയർനെസ് നോളജും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ആർക്കിടെക്ട് നമ്മളിപ്പോ അസോസിയേറ്റ് ചെയ്ത കുറെ ആർക്കിടെക്ട് ഉണ്ട്, നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് ഈ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഈ ഒരു ട്രെയിനിങ് എന്തൊക്കെയാണ് ഇന്നോവേറ്റീവ്, ELV സിസ്റ്റം സെഗ്മെന്റിൽ എന്തൊക്കെയാണ് ഇന്നോവേറ്റീവ് ആയിട്ട് പ്രൊഡക്റ്റുകൾ ഉള്ളത്, അത് ഏത് രീതിയിലാണ് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതൊക്കെ നമുക്ക് ട്രെയിനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊരു ഇൻഫർമേഷൻ അവർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ആ ട്രെയിനിങ് ഒക്കെ നമുക്ക് കൊടുക്കും. അത് മാത്രമല്ല, ഇത് ട്രെയിൻ ചെയ്തിട്ട് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് പകുതി തലവേദന കുറയും. തീർച്ചയായും. കാരണം അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമല്ലോ. നമുക്ക് ബുദ്ധിമുട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടിന്റെ പുറമെ പറഞ്ഞ് മനസ്സിലാക്കാൻ സമയം കിട്ടാറില്ല. കാരണം എല്ലാവരും ബിസി ലൈഫാണല്ലോ. നമുക്ക് അതായത് നേരത്തെ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ക്ലയന്റിന്റെ കൂടെയൊക്കെ നമ്മൾ പലതും യാത്രയിലും മറ്റു കുറച്ചൊക്കെ നമുക്ക് പോയിട്ട് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. നമ്മൾ കൂടെ യാത്ര ഒരു കോഫി സിറ്റിങ്ങിലൊക്കെ നമുക്ക് ഇത് ഡെലിവർ ചെയ്തിട്ടെങ്കിലും നമ്മൾ ഡെലിവർ ചെയ്യാനുണ്ടാവും. എന്നാൽ പോലും നമുക്ക് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇതിന് ടൈമില്ല എന്നതാണ്. അപ്പൊ അത് ആർക്കിടെക്റ്റിന് ഓൾറെഡി അവർ ടൈം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ അവർക്ക് ഈ ഒരു കാര്യങ്ങൾ അവർക്ക് പോയിന്റ് ചെയ്താൽ മാക്സിമം ഇതിന്റെ നല്ലൊരു ശതമാനം എഫേർട്ടിൽ ഇതിന്റെ റിസൾട്ട് എത്തിക്കാൻ പറ്റും. എന്തായാലും അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടായി വരുന്നുള്ള പ്രതീക്ഷ നമ്മുടെ നാട്ടിൽ നമ്മളെ കേരളത്തിലൊക്കെ അത്യാവശ്യം നല്ല പ്രൊജക്ടുകൾ, നല്ല ഇൻവെസ്റ്റ്മെന്റിൽ നല്ല പ്രൊജക്ടുകൾ അവർ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ ലെവലിൽ നമ്മളെ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ബിൽഡിംഗ് മാത്രമല്ല നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉള്ളത്. കാരണം അതിന് ശരിക്കും ഒരു നെറ്റ്വർക്ക്, ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ പോലും അതേ രീതിക്ക് നമുക്ക് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് ഇതിന്റെയൊക്കെ ഒരു എക്സിക്യൂഷൻ ലെവലിലെ ആളുകൾ അതിൽ ഏറ്റവും ഒരു ശ്രദ്ധരായിരിക്കാതിലാണ്. കാരണം അവരും ഈ മാർക്കറ്റിൽ നിന്ന് ഫെയ്ഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്ഡേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ഞാൻ ഏത് സെഗ്മെന്റ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MEP ആർക്കിടെക്ട് അല്ലെങ്കിൽ ELB കൺസൾട്ടൻസി ആണെങ്കിൽ പോലും അപ്ഡേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ ക്ലയന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ വരുന്ന അല്ലെങ്കിൽ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നവരാണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും റെസിഡൻഷ്യൽ ആണെങ്കിലൊക്കെ ഇവർ അബ്രോഡിൽ നിന്ന് ഇതിലും നല്ല ടെക്നോളജികൾ കണ്ടുവരുന്നവരാണ്. അപ്പൊ അവരെടുത്ത് അപ്ഡേറ്റഡ് ടെക്നോളജി കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായും നമ്മൾ കസ്റ്റമർക്ക് അറിയാം. നമുക്ക് CT പാറ്റിന്റെ US എക്സ്പോർട്ട് ചെയ്യുന്ന ഇത് വന്നപ്പം അവിടെ നെറ്റ്വർക്കിൽ പാലിക്കേണ്ട ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്കുണ്ട്. CT പാറ്റ് നമ്മൾ US എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പൊ അതൊക്കെ അതിനൊക്കെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനൊക്കെ അവരെന്താ, അവർക്ക് ഈ
അവരുടെ സെക്യൂരിറ്റിനൊക്കെ ബാധിക്കുന്നതുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുപോലും നമ്മൾ സിറ്റി പാറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്ത് സർട്ടിഫിക്കേഷനാണ് വേണ്ടത്, അപ്പൊ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് ശരിക്കും നാടിന്റെ ഒരു ഡെവലപ്മെന്റ്. നമ്മൾ ഈ ഒരു സ്ഥാപനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നല്ലൊരു ക്വാളിറ്റി ഡ്രിവൻ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെലിവർ ചെയ്യാന്നില്ല. ഓക്കെ, അപ്പൊ നല്ലൊരു കേരളത്തിന്റെ നല്ല ഭാവിക്കായിട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ പൊതു പ്രോപ്പർട്ടീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ നമുക്കും നമ്മളെ പോലെ വർക്ക് ചെയ്യുന്ന പല ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു നോളേജ് അപ്ഗ്രേഡ് ചെയ്യാന്നില്ല അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ബെസ്റ്റ് ഒരു ചോയ്സ്.